പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം സങ്കീർത്തനം, അതിൻ്റെ 17-ാമത്തെ വാക്യം. ഇന്നിവിടെ വായിച്ചു കേട്ട 34-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. When the righteous cry for help, the Lord hears and rescues them from all their troubles. When the righteous cry for help, the Lord hears and rescues them from all their troubles. നീതിമാന്മാർ നിലവിളിച്ചപ്പോൾ യഹോവ കേൾക്കുന്നു, അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം അവരെ വിടുവിക്കുന്നു. 34-ാം സങ്കീർത്തനം അഗാധമായ വാഗ്ദത്തങ്ങൾ നിറഞ്ഞ ഒരു സങ്കീർത്തനമാണ്. ആശ്വാസം നൽകുന്ന സങ്കീർത്തനമാണ്. ഇന്ന് ഈ വാക്യത്തിൽ നിന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നിലവിളിയുടെ അല്ലെങ്കിൽ കണ്ണുനീരിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ദ പവർ ഓഫ് ടീയേഴ്സ്. ദ പവർ ഓഫ് ടീയേഴ്സ്. കണ്ണുനീരിൻ്റെ ശക്തി. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു അല്ലെങ്കിൽ കേൾക്കുന്നു, അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവരെ വിടുവിക്കുന്നു. ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്നു, നമ്മുടെ കണ്ണുനീർ കാണുന്നു. കണ്ണുനീർ എന്നത് ഒരു സാർവത്രിക ഭാഷയാണ്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. സംസ്കാരങ്ങൾക്കും കാലഘട്ടങ്ങൾക്കും അതീതമാണത്. പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ ദൈവജനത്തിൻ്റെ ജീവിത വിവരണത്തിൽ നിറയെ കാണുന്ന ഒരു ചരിത്രമാണ് കണ്ണുനീരിൻ്റെ ചരിത്രം. ഇന്ന് കണ്ണുനീരിൻ്റെ ആത്മീയത, കണ്ണുനീരിൻ്റെ ദൈവശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കണം എന്നാഗ്രഹിക്കുകയാണ്. അതാണ് കണ്ണുനീരിൻ്റെ ശക്തി, ദ പവർ ഓഫ് ടീയേഴ്സ് എന്ന സന്ദേശത്തിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ പാഠപുസ്തകത്തിൽ ധാരാളം പാട്ടുകൾ കണ്ണുനീരുമായി ബന്ധപ്പെട്ടതുണ്ട്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ആ പാട്ട് അറിഞ്ഞുകൂടാത്തവർ ആരുമില്ല. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും, കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ഈ പാട്ട് അറിഞ്ഞുകൂടാത്തവരും ആരുമില്ല. കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നത് എന്തിന് നീ? ഈ പാട്ടും അറിഞ്ഞുകൂടാത്തവരില്ല. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരെല്ലാം തുടയ്ക്കും. കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ലൻ കർത്തനെൻ്റെ
കണ്ണുനീരെല്ലാം തുടയ്ക്കും സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. ഈ പാട്ടും അറിഞ്ഞുകൂടാത്തവരില്ല. ഇങ്ങനെ എത്രയോ പാട്ടുകളാണ് കണ്ണുനീരിനെ കുറിച്ച് ഉള്ള പാട്ടുകൾ. ഈ പാട്ടുകളൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ്. കണ്ണുനീർ വഴിത്താരെ അലഞ്ഞിടുമ്പോൾ കണ്ണുനീർ കാണുവാൻ ആരും ഇല്ലാതെ കരയുന്ന നേരത്തും അരികിൽ വന്നു നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നോൻ ജീവിക്കുന്നു. എൻ യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. പാപിക്കായി രോഗിക്കായി ആശ്വാസം നശിച്ചോർക്കായി എൻ പ്രിയൻ യേശു ജീവിക്കുന്നു. ഇത് 1983 ഞാൻ എഴുതിയ പാട്ടാണ്. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന പാട്ട് ഞാൻ 1998 എഴുതി. അപ്പോൾ എഴുതിയ ദിവസം തന്നെയാണ് അതെല്ലാം എഴുതി തീർത്തത്. കോന്നിയിൽ വെച്ചാണ് ആ പാട്ട് ഞാൻ എഴുതിയത്, ബഹുമാനപ്പെട്ട ചെറിയാച്ചൻ്റെ വീട്ടിൽ വെച്ച്. ആ പാട്ട് എഴുതി പൂർത്തീകരിച്ച അവസാനത്തെ സ്റ്റാൻസ ഞാൻ എഴുതിയപ്പോൾ മനഃപൂർവ്വം ഞാൻ ആ സ്റ്റാൻസ് എഴുതി ചേർത്തതാണ്. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്നു പാടും ദൂതർ മധ്യേ ആർത്ത് പാടും ശുദ്ധരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. കഴിഞ്ഞ മാസം ഞാൻ ദുബായിലൊരു പള്ളിയിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അവിടുത്തെ CSI പള്ളിയിൽ ഞാൻ വേറൊരു മീറ്റിങ്ങിന് വേണ്ടി പോയതാണ്, CNIയുടെ. അപ്പോൾ ഞാനവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, ഞായറാഴ്ച പകൽ അച്ഛൻ ഉണ്ടെങ്കിൽ നമ്മുടെ പള്ളിയിൽ പ്രസംഗിക്കണം എന്ന്. പള്ളിയിലുള്ള പ്രസംഗം 20 മിനിറ്റാണ്. അവിടുത്തെ ആംഗ്ലിക്കൻ ചർച്ചിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പോൾ അവിടെ പോയി പ്രസംഗിച്ചിട്ടാണ് ഈ പള്ളിയിൽ വന്നത്. അപ്പോൾ പ്രസംഗം എല്ലാം കഴിഞ്ഞു, ആരാധനയെല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ അച്ഛൻ്റെ ഇതാണ് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അച്ഛനും കൊച്ചമ്മയും കൂടെ വിളിച്ചു, മുമ്പ് കൊണ്ടുവന്നു, എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് ഗസ്റ്റ് അച്ഛൻ പ്രാർത്ഥിക്കണം, എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്ന് ആരോ പറഞ്ഞു, നമുക്കൊരു പാട്ടിനൊരു ചരണം പാടി പ്രാർത്ഥിക്കാം. അപ്പോൾ അവരെല്ലാവരും കൂടെ പാടിയത് ഈ പാട്ടാണ്, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല, ഞാനും കൂടെ മിണ്ടാതെ പാടി. പാട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരാൾ, എന്നെ അറിയാവുന്ന ഒരാളാണ്, പത്തനംതിട്ടക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, ഈ പാട്ട് എഴുതിയത് ഈ അച്ഛനാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും വലിയ അതിശയമായി. അപ്പോൾ ഒരു മനുഷ്യൻ, ഒരു 50-55 വയസ്സ് പ്രായം ഉള്ള ഒരാൾ എൻ്റെ അടുക്ക വന്ന് വളരെ വികാരഭരിതനായിട്ട് പറഞ്ഞു, അച്ചോ, എൻ്റെ അമ്മ രോഗക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അമ്മ ഈ പാട്ട് എപ്പോഴും പാടുമായിരുന്നു. അമ്മ മരിച്ചുപോയി. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ അവസാനത്തെ വരികളാണ്. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിയിടും ദിനം വരും. അതാണ് ആ പാട്ടിൻ്റെ പാട്ട് എന്ന് എന്നോട് പറഞ്ഞു. ആ പാട്ടിലെ പാട്ടതാണ് അച്ഛാ എന്ന് പറഞ്ഞു. അപ്പം ഇതുവരെയും അങ്ങനെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. 26 വർഷമായി ഞാൻ ആ പാട്ട് എഴുതിയിട്ട്. ആ പാട്ട് എഴുതിയതും ആ പാട്ടിന് ഈണം പകർന്നതും ഞാൻ തന്നെയാണ്.
വേറെ ഒരുപാട് പേര് ആ പാട്ട് എഴുതിയത് അവരാണെന്നും ഈണം പകർന്നത് അവരാണെന്നും ഒക്കെ അവകാശം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതെല്ലാം പച്ച കള്ളമാണ്. ഞാൻ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്. ഇപ്പോഴാണ് ചിലരൊക്കെ ഇങ്ങനെ അവരാണ് ഈണം പകർന്നതെന്നൊക്കെ പറയുന്നത്. ഈ പാട്ട് എഴുതി ഈണം പകർന്ന് ആ പാട്ട് ഞാൻ പത്തനംതിട്ടയിൽ പാടി. ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് SS സ്റ്റുഡിയോ എന്നൊരു സ്റ്റുഡിയോയിലാണ്. ആ പാട്ടിന് റെക്കോർഡ് ചെയ്യാൻ ഓർക്കസ്ട്രേഷൻ വായിച്ചത് ബാബു ജോസാണ്, ശ്രീ ബാബു ജോസ്. അദ്ദേഹമാണ് ഈ പാട്ടിന് ആദ്യം നൊട്ടേഷൻ എഴുതി ഈ പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷൻ ഫിക്സ് ചെയ്യുന്നത്. പിന്നെ പലരും ഈ പാട്ട് പലതരത്തിൽ പാടുകയും പലതരത്തിൽ ഓർക്കസ്ട്രേഷൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. MG ശ്രീകുമാർ പാടി, ചിത്ര പാടി, മാർക്കോസ് പാടി എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ പാടട്ടെ, പാട്ടെല്ലാവരും പാടേണ്ടതാണ്. പക്ഷേ ഇതാണ് അതിൻ്റെ ചരിത്രം. 1998 ജനുവരി മാസം കോന്നി ചെറിയാച്ചൻ്റെ വീട്ടിൽ വെച്ച് പാട്ട് എഴുതുകയും തൊട്ടടുത്ത ദിവസം റോയൽ ഓഡിറ്റോറിയത്തിൽ ഈ പാട്ട് ഞാൻ പാടുകയും ചെയ്തു. പത്തനംതിട്ട റോയൽ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമസ്ഥൻ്റെ കൊച്ചുമകൻ ആണ് ഈ ദുബായ് പള്ളിയിൽ നിന്ന് ഈ പാട്ട് ഈ അച്ഛൻ എഴുതിയതാണെന്ന് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇത് പലരും പാടി, പലരും പാടുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത്, അന്ന് ആ ദുബായ് പള്ളിയിൽ ഒരാൾ വന്ന് എന്നോട് ഓടി വന്ന് പറഞ്ഞതാണ്, ഈ പാട്ടിലെ പാട്ടെന്ന് പറയുന്നത് അവസാനത്തെ വരികളാണ്. ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം നമ്മുടെ സങ്കടങ്ങൾ തീർന്നാലും നമ്മുടെ കണ്ണുനീര് അവസാനമായി തീരുന്നത് സ്വർഗത്തിലെത്തുമ്പോൾ മാത്രമാണ്. ഇതെനിക്ക് നന്നായിട്ട് അറിയാം വേദപുസ്തക അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ആ വരികൾ അങ്ങനെ ഞാൻ പാടിയത്. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു. സ്തോത്രം. കഴിഞ്ഞ മാസം എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ എന്നെ വിളിച്ചു, ഡോക്ടർ ബിനോയി. അദ്ദേഹം ചിലപ്പോൾ ഓൺലൈനിൽ കൂടെ ഇന്ന് കാണുന്നുണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് ഡോക്ടർ ബിനോയിയാണ്. ഞാൻ പറഞ്ഞു, ശരി സാർ, സാറിന് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛൻ എഴുതിയ പാട്ടുകൾ ഇത്രത്തോളവും പറഞ്ഞു. ഒരുപാട് പാട്ടുകളുടെ അനുഭവങ്ങൾ ഞാൻ കേൾക്കാനിടയായി. അത് CD എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം. അപ്പോൾ CD ഒന്നും നമുക്കില്ല ഇപ്പോൾ. അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ള CD ഇല്ല. ഞാൻ പറഞ്ഞു, പെൻ ഡ്രൈവ് വേണം, എനിക്ക് തരാം, ഒരു പെൻ ഡ്രൈവ് തരണം. ഡോക്ടർ ബിനുവിനെ ഞാൻ വിളിച്ചിരുന്നു. അങ്ങനെ ഡോക്ടർ ബിനു സാറാണ് എൻ്റെ നമ്പർ കൊടുത്തതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു. പെൻ ഡ്രൈവ് ഞാൻ ഡോക്ടർ ബിനു സാറ് റൈറ്റ് ചെയ്ത് അത് കൊടുത്തു. അദ്ദേഹം ട്രിവാൻഡ്രം ആശ്രമത്തിന് വേണ്ടി, പണിയാൻ ആശ്രമത്തിന് വേണ്ടി 10,000 രൂപ അയച്ചു കൊടുത്തു ഗ്രേസ് മിനിസ്ട്രിക്ക്. എനിക്കല്ല അയച്ചു തന്നത്, ഗ്രേസ് മിനിസ്ട്രിക്ക് അയച്ചു കൊടുത്തു. സന്തോഷം. ഡോക്ടർ ബിനോയ് കുര്യൻ സാറിന് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് കണ്ടപ്പോൾ ചെറിയ പയ്യനായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 63 വയസ്സുണ്ട് അച്ഛാന്ന് പറഞ്ഞു. സാറ് ഇത് കാണുന്നുണ്ടെങ്കിൽ സാറിന് നന്ദി. അപ്പോൾ അദ്ദേഹം എന്നോട് കഴിഞ്ഞ ആഴ്ച പിന്നെയും ഒരു മെസ്സേജ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനെല്ലാം കേട്ടു അച്ഛാ, കണ്ണുനീരോടെയാണ് ഞാൻ കേട്ടത്. ഇനിയുള്ള പാട്ടുകളുടെ അനുഭവങ്ങളും കൂടെ അച്ഛൻ ഇതുപോലെ പറയണം എന്ന് പറഞ്ഞു. നമുക്കതിനുള്ള പറയാനുള്ള വേദികളില്ല, ഇത് പ്രചരിപ്പിക്കാനുള്ള ആൾക്കാർ നമുക്കില്ല. കാരണം ഞാൻ എഴുതിയ പല പാട്ടുകളും മാരാമൺ റിജക്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ എൻ്റെ അനുവാദം കൂടാതെ മാരാമൺ പല പാട്ടുകളും അവർ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്തു. ഒരുപാട് പേര് പാടിയപ്പോൾ പിന്നെ അവർക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വേറെ ചരിത്രം. അതൊക്കെ ഞാൻ വേറെ അവസരങ്ങളിൽ, അതിനൊക്കെ പല കാരണങ്ങളുണ്ട്. കാരണം ആരുടെയും പുറകെ എൻ്റെ പാട്ടൂടെ ചേർക്കണേ എന്ന് പറഞ്ഞ് ഇതുവരെ ഞാൻ പോയിട്ടില്ല. നമുക്ക് തോന്നുമ്പോൾ പാടി, നിങ്ങളെപ്പോലത്തെ കുറേ പാവപ്പെട്ടവർ ചേർന്ന് പാടി, ആരൊക്കെയോ പൈസ തന്നതുകൊണ്ട് അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചു. അത് അനുഭവങ്ങൾ പറയുന്നു, വേണമെന്നുള്ളൊരു പാടുന്നവർ ദൈവത്തെ സ്തുതിക്കും. ഇനിയും എഴുതുന്നു. ഇപ്പോഴും ചില പാട്ടുകൾ തോന്നുമ്പോഴൊക്കെ ഞാൻ എഴുതും. ദൈവം തരുമ്പം എഴുതും. പ്രസിദ്ധമാകാനൊന്നും അല്ല എഴുതിയത്, നമ്മുടെ വേദനകളാണ് എഴുതിയത്, അന്നത്തെ വേദനകൾ. അതുകൊണ്ടാണ് പാടിയത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും പാടാം. നമ്മുടെ കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറും സമയം വരും.
സ്തോത്രം. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്ന് പാടും ദൂതർ മധ്യേ ആർത്ത് പാടും ശുദ്ധരും, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നും ഇല്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ചെറുപ്പത്തിലെ തന്നെ കരഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം എനിക്ക് കൃപ തന്നു. അത് ഞാൻ പഠിച്ചത് എൻ്റെ അപ്പനിൽ നിന്നാണ്. എൻ്റെ അപ്പൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകുന്നത് ഞാൻ കണ്ടാണ് വളർന്നത്. മനുഷ്യരുടെ മുമ്പിൽ എൻ്റെ അപ്പൻ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. വളരെ തൻ്റെടിയും ദേഷ്യക്കാരനും നിലപാടുകളിൽ നിലനിന്നതുമായ ഒരാളായിരുന്നു എൻ്റെ അപ്പൻ. സഹായത്തിന് വേണ്ടി ആരുടെയും മുൻപിൽ പോയി കരയുന്നതും കണ്ടിട്ടില്ല. പക്ഷെ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തുമ്പോഴെല്ലാം അദ്ദേഹം കരയുമായിരുന്നു. ഈ ആശ്രമം ഇവിടെ പണിയപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ കണ്ണുനീരിൻ്റെ മുകളിലാണ്. അദ്ദേഹമാണ് ഈ ആശ്രമം പണിതത് 1993. അതുകൊണ്ട് ചെറുപ്പത്തിലെ തന്നെ കണ്ണുനീരിൻ്റെ ശക്തി എന്താണെന്ന് എനിക്ക് അനുഭവിക്കാനായിട്ട്, നേരിട്ട് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഒരു പ്രായമുള്ള ഒരു CSI സുവിശേഷകർ വരുമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ മകൻ, ഏക മകൻ ഒരച്ഛനായിരുന്നു, JT സാമച്ചൻ. സാമച്ചനും അടുത്തിടയ്ക്ക് മരിച്ചുപോയി. ഈ സുവിശേഷകരുടെ പേര് ടൈറ്റസ് സുവിശേഷകർ എന്നാണ്. വളരെ പ്രായം ചെന്ന, ഒരു പല്ല് പോലും ഇല്ലാത്ത ഒരു അപ്പച്ചൻ. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ കൂടെ വന്ന് താമസിക്കുമായിരുന്നു. അദ്ദേഹത്തിന് താമസിക്കാൻ ഒരു പ്രാർത്ഥനാ മുറിയും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളെല്ലാവരുമായിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ കണ്ണുനീരിങ്ങനെ ഒഴുകി 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 താഴെ വീഴുമായിരുന്നു. കണ്ണുനീരും മൂക്കളയും എല്ലാം കൂടെ ഇങ്ങനെ ഒഴുകി താഴെ വീഴും. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ അമ്മ വന്ന് അവിടെ തുടയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അതിശയമാണ്, എന്തിനാണ് വേറൊരാളിന് വേണ്ടി, വേറൊരു കുടുംബത്തിന് വേണ്ടി ഒരാളിങ്ങനെ കരയുന്നത് എന്ന്. അപ്പം ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, ഇതൊക്കെ അനുഭവങ്ങളായി കണ്ടതാണ്. ഇന്നത്തെ പ്രാർത്ഥനക്കാർ, പുതിയ ഫാഷൻ, പുതിയ ജനറേഷൻ ആൾക്കാരൊന്നും അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥനയിലൊന്നും വിശ്വാസമില്ലാത്തവരാണ്. അവരുടെ വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അവരൊക്കെ വലിയ വിശ്വാസമുള്ളവരായിരിക്കാം. പക്ഷേ എൻ്റെ ഒരാഗ്രഹം, മരിക്കുന്നത് വരെ കർത്താവേ, ഈ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സ്വഭാവം നഷ്ടപ്പെട്ടു പോകരുതേ. സ്തോത്രം. മാർട്ടിൻ സാറിനോടുള്ള ബഹുമാനം എനിക്കതാണ്. അദ്ദേഹവും കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഭാരതത്തിൽ ക്രൈസ്തവ ചരിത്രത്തിൽ, ചർച്ച് ഹിസ്റ്ററിയിൽ സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ട ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ DGS ദിനകരൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ഒറ്റ പ്രത്യേകത എന്നത് അദ്ദേഹം കണ്ണുനീരിൻ്റെ പ്രവാചകനായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കരഞ്ഞു. ഇന്നും ചിലപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്, പാട്ടുകളും ശ്രദ്ധിക്കാറുണ്ട്. കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹം പ്രസംഗിച്ചു, കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. സൗത്ത് ഇന്ത്യയുടെ മുഴുവനും, സൗത്ത് ഇന്ത്യയുടെ മുഴുവനും
റീജിയണൽ മാനേജരായിരുന്നു അദ്ദേഹം, സീനിയർ മാനേജർ. അദ്ദേഹം ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഗവൺമെൻറ് പ്രോട്ടോക്കോളിലാണ് വന്നിരുന്നത്. പക്ഷെ എന്നാൽ പോലും പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കരയുമായിരുന്നു. കണ്ണുനീരിൻ്റെ ആത്മീയത. കുറേ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അടുക്കൽ ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നു. അന്ന് രാത്രിയും പകലുമൊന്നുമില്ലാതെ ആൾക്കാർ വരും. കാട്ടാക്കടയിലും തിരുവനന്തപുരത്തും എവിടെ ഞാൻ താമസം ഉണ്ടെങ്കിലും വരും. ചിലപ്പോൾ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 11 മണി 12 മണി ആകുമ്പോഴും ആൾക്കാർ കൊച്ചുങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് വീട്ടിൽ വന്നിരിക്കും പ്രാർത്ഥിക്കാനായിട്ട്. ആൾക്കാരുടെ വിശ്വാസവും അങ്ങനെയായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ നാഗ്പൂരിലേക്ക് പോയപ്പോഴേ എനിക്ക് ആഗ്രഹമുണ്ടായി, കർത്താവേ, ഇനി ഈ ആൾക്കാർ എവിടെ പോകും, ആരെടുക്ക പോകും? അതുകൊണ്ട് ഇവർക്ക് വന്നിരുന്ന് കരയാനൊരു സ്ഥലം ദൈവം തരണമേ. ഇവർക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. അജിത് കുമാർ ഇവിടെ നിന്ന് പോകുന്നു, പക്ഷേ അങ്ങ് പോകാത്തവനാണ്. ഒരു സ്ഥലം തരണമേ എന്ന് ആഗ്രഹിച്ചതാണ് ഈ ആശ്രമം ഉണ്ടാകാൻ കാരണം. അജിത് കുമാർ ഇവിടെ ഇല്ലെങ്കിലും യേശുപ്പൻ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവ് ഇവിടെ ഉണ്ട്. ഈ ആശ്രമം പണിയപ്പെട്ടിരിക്കുന്നത് കണ്ണുനീരിൻ്റെ മുകളിലാണ്. എത്ര പേരാണ് ഇവിടെ വന്നിരുന്ന് കരയുന്നത്? എത്ര വർഷങ്ങളായിട്ട് ഇവിടെ ആൾക്കാർ വന്നിരുന്ന് കരയുന്നു. അവരുടെ കണ്ണുനീരുകൾ തുടയ്ക്കപ്പെടുന്നു. നിങ്ങളുടെ കണ്ണുനീരുകൾ ഞാൻ കാണുന്നില്ല, പക്ഷേ കർത്താവ് കാണുന്നു. സ്തോത്രം. കണ്ണുനീരൊഴുക്കാൻ നിങ്ങൾ പൈസ കൊടുക്കണ്ട, സംഭാവന കൊടുക്കണ്ട, റെസിപ്റ്റ് അടയ്ക്കണ്ട. ആർക്ക് വേണമെങ്കിലും വന്നിരുന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം തിരുവനന്തപുരം പട്ടണത്തിലും അതുപോലൊരു സ്ഥലം ഉണ്ടാകണമെന്നാണ്, വന്നിരുന്ന ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ. ഇന്നലെ ഞാൻ ഒരാളിനോട് സംസാരിച്ചു, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു സഹോദരനുമായിട്ട് കുറേ നേരം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, വേറെ ഒന്നും വേണ്ട, പട്ടണത്തിൽ നിങ്ങൾ പണിയുന്ന സ്ഥലം. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയൊന്നുമല്ല, ഒരു നല്ല നായർ ഹിന്ദുവാണ് അദ്ദേഹം. അദ്ദേഹം പറയണം, അച്ഛാ, നിങ്ങൾ പണിയുന്ന സ്ഥലം ഞങ്ങളെപ്പോലുള്ളവർക്ക് വന്ന് പ്രാർത്ഥിക്കാൻ, വന്ന് കരയാൻ. ഈ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഞാനിതൊന്നും പറഞ്ഞിട്ടല്ല. അദ്ദേഹം പറയാണ്, വന്ന് കരയാൻ ഒരു സ്ഥലം വേണം അച്ഛാ. സ്തോത്രം. ഒരാൾ എന്നെ കാണാൻ വന്നു പ്രാർത്ഥിക്കാൻ. ഞാൻ അവിടെ ഇല്ലായിരുന്നു, അദ്ദേഹം അവിടെ കാത്തിരുന്നു. ഞാൻ വന്നപ്പോഴേ അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഞാൻ സഹോദരനെ കാത്ത് വന്നതാ. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ അച്ഛനൊക്കെ ആവുന്നതിന് മുമ്പ്. അപ്പം അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നൊരു വലിയ ഉദ്യോഗസ്ഥനാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഈ പാവപ്പെട്ട എന്നെ കാണാൻ ഈ വലിയ മനുഷ്യൻ എന്തിനാ വന്നത്? ഞാൻ ചോദിച്ചു, സാർ എന്താ വന്നത്? സാർ വരണം, അകത്ത് വരണം. ഞാൻ എൻ്റെ മുറിയിലേക്ക് വിളിച്ചു. എൻ്റെ മുറിയിൽ ഒരു കസേരയും പിന്നെ മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു ടേബിളും. ആ കസേര അദ്ദേഹത്തിന് ഞാൻ കൊടുത്തു. സാർ ഇരിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇരുന്നു. ഞാൻ ചോദിച്ചു, സാർ എന്താ വന്നതെന്ന് ചോദിച്ചു. ഞാൻ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് വന്നതാണെന്ന്. എന്താ വിഷയമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാനൊരു ചെയിൻ സ്മോക്കറാണ്. എനിക്ക് സിഗരറ്റ് വലിക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ വലിക്കണം. എനിക്ക് വലിക്കണമെന്നുള്ളത് എനിക്ക് അത്യാവശ്യമാണ്. അങ്ങനെ സിഗരറ്റ് വലിച്ച് ഞാനതിനെ അടിമയാണ്. ഇതൊന്നും മാറ്റാൻ വല്ല വഴിയുണ്ടോ എന്നോട് ചോദിച്ചു. പെട്ടെന്ന് അറിയാതെ ഞാൻ പറഞ്ഞു, സാറേ, ഇത് മാറ്റാൻ എനിക്ക് പറ്റില്ല. കാരണം ഇത്രയും വലിയൊരു മനുഷ്യനല്ലേ, ഞാൻ മാറ്റിത്തരാമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, സാറേ, ഇത് മാറ്റാൻ എനിക്ക് പറ്റില്ല. പക്ഷേ നമുക്ക് പറ്റാത്തത് ദൈവത്തിന് പറ്റും എന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെ ധൈര്യത്തിൽ പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു, നമുക്ക് പറ്റാത്തത് ദൈവത്തിന് പറ്റും. ഒരു പായ ഉണ്ടായിരുന്നു എൻ്റെ മുറിയിൽ. ആ പായ എടുത്തിട്ടു. ഞാൻ പറഞ്ഞു, രണ്ടരും കൂടെ പ്രാർത്ഥിക്കാം.
ഒരു പായെടുത്തിട്ടിട്ട് അദ്ദേഹവും മുട്ടുകുത്തി, ഞാനും മുട്ടുകുത്തി. ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ സാറ് വർഷങ്ങളായിട്ട് സിഗരറ്റ് വലിക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ സിഗരറ്റ് വലി മാറ്റാൻ എനിക്ക് പറ്റത്തില്ല കർത്താവേ. എന്നാൽ അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അദ്ദേഹവും കരഞ്ഞു, ഞാനും കരഞ്ഞു. അദ്ദേഹവും കരഞ്ഞു, ഞാനും കരഞ്ഞു. അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, എനിക്ക് അസാധ്യം അങ്ങേക്ക് സാധ്യമാണ് കർത്താവേ. ആമേൻ. ഇത്രയേ പ്രാർത്ഥിച്ചുള്ളൂ. ഒരു ബഹളം വച്ചില്ല, ഒന്നും ചെയ്തില്ല. അതിനുള്ള ധൈര്യമില്ലായിരുന്നു. അദ്ദേഹം പോയി. പിന്നെ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അന്ന് ഫോണൊന്നും ഇല്ലല്ലോ. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ഒരു സ്ഥലത്തൊരു കൺവെൻഷന് പോയി, ഒരു മീറ്റിങ്ങിന്. ആ കൺവെൻഷന് പോയപ്പോഴേ ഞാൻ കൺവെൻഷനിൽ എന്നെ കൊണ്ട് ചെന്നു. ഞാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വെള്ള ഉടുപ്പ്, ഫുൾ സ്ലീവ് ഉടുപ്പൊക്കെ ഇട്ട ഒരാൾ ബൈബിളൊക്കെ പിടിച്ച് അങ്ങനെ മാറി നിൽക്കുന്നു. നല്ല ഹൈറ്റുള്ള ഒരാളാണ് ഇദ്ദേഹം. എന്നെ കണ്ട് വിഷ് ചെയ്തു, ഞാനും വിഷ് ചെയ്തു. അടുത്ത് പോയി എനിക്ക് കൈ എന്നിട്ട് പറഞ്ഞു, എന്നെ ഓർമ്മയുണ്ടോ? ആ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ട്, പക്ഷേ കറക്റ്റായിട്ട് എന്താണെന്ന് ഓർമ്മ വരുന്നില്ല. ഞാനാണ് 2-3 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മുറിയിൽ വന്നിട്ട് സിഗരറ്റ് വലി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വലിച്ചിട്ടില്ല. മാത്രമല്ല, ഞാനിപ്പോൾ പള്ളികൾ തോറും പോയി എന്നെ രക്ഷിച്ച കർത്താവിനെ കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു. പവർ ഓഫ് ടീയേഴ്സ്. കണ്ണുനീരിൻ്റെ ശക്തി. കണ്ണുനീരിന് ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. ബൈബിളിൽ ധാരാളം സംഭവങ്ങൾ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, ഏറെ നാൾ കഴിഞ്ഞിട്ടും മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. ഇസ്രായേൽ മക്കളുടെ നിലവിളി ദൈവം കേട്ടു. അവരുടെ കരച്ചിൽ ദൈവം കണ്ടു. അവരുടെ നെടുവീർപ്പ് ദൈവം കണ്ടു. എന്ത് നല്ല വാക്യമാണ് അത്! ദൈവസന്നിധിയിലെത്തി. നമ്മുടെ അപേക്ഷ പ്രൈം മിനിസ്റ്റർ അടുക്കൽ എത്തുമോ? മുഖ്യമന്ത്രി അടുക്ക് വരെ എത്തുമോ? നമ്മുടെ അപേക്ഷ അങ്ങ് അറ്റമെത്തുമോ? പ്രയാസം. പക്ഷേ നമ്മുടെ അപേക്ഷ ദൈവസന്നിധിയിലെത്തും. നിലവിളിച്ചാൽ, നീ കരഞ്ഞാൽ. മറ്റൊരു ഉദാഹരണമാണ് ഹന്നയുടെ കഥ. ബൈബിളിലെ കണ്ണുനീരിൻ്റെ ഒരു ഉഗ്രമായ കഥയാണത്. ഒരു കുട്ടിക്ക് വേണ്ടി നിരാശയായ ഹന്ന ദേവാലയത്തിൽ കർത്താവിൻ്റെ മുൻപാകെ കരഞ്ഞു. അവളുടെ കണ്ണുനീർ അവളുടെ സങ്കടത്തിൻ്റെ അടയാളം മാത്രമല്ലായിരുന്നു, ദൈവത്തോടുള്ള ഹൃദയാംഗമായ പ്രാർത്ഥനയായിരുന്നു. ദൈവം അവളുടെ നിലവിളി കേട്ടു. ഒരു വലിയ പ്രവാചകനാകാൻ പോകുന്ന ശമൂവേൽ എന്ന കുഞ്ഞിനെ ദൈവം അവൾക്ക് നൽകി. നമ്മുടെ കണ്ണുനീർ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എത്തിച്ചേരുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ ഒരു രൂപമാണ് ഹന്നയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. സങ്കീർത്തനത്തിൽ 6-ാം അധ്യായത്തിൽ 6 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ ദാവീദിൻ്റെ കണ്ണുനീരിനെ കുറിച്ച് കാണുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ഹൃദയത്തോട് ചേർന്ന മനുഷ്യനാണ് ദാവീദ്. അദ്ദേഹം ദൈവത്തിൻ്റെ മുൻപിൽ കരയാൻ ഒട്ടും ലജ്ജിച്ചില്ല.
6-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞാൻ എൻ്റെ ഞരക്കത്താൽ തളർന്നിരിക്കുന്നു, രാത്രി മുഴുവനും ഞാൻ എൻ്റെ കിടക്കയിൽ കരച്ചൽ കൊണ്ട് നിറയ്ക്കുന്നു, എൻ്റെ കിടക്കയിൽ കണ്ണുനീർ കൊണ്ട് ഞാൻ നനയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഗാധമായ വേദനയ്ക്കും പശ്ചാത്താപത്തിനുമുള്ള പ്രതികരണമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ കാണുന്നത്. പാപം ചെയ്തു, പാപത്തിൻ്റെ പശ്ചാത്താപമായി അദ്ദേഹം കരയുകയാണ്. പാപം ചെയ്യാത്തവർ ലോകത്തിൽ ആരുമില്ല. ദൈവസാന്നിധ്യത്തിൽ ഏറ്റുപറഞ്ഞ് കരയൂ, നിലവിളിക്കൂ, കുറവുകളെ ഏറ്റുപറയൂ. നിന്റെ കണ്ണുനീരിനെ ദൈവം തുടച്ച് ദൈവം നിന്നെ ശുദ്ധീകരിക്കും. ദാവീദിന്റെ നിലവിളി ദൈവം കേട്ടവനെ വിടുവിച്ചു. കണ്ണുനീർ മാനസാന്തരത്തിൻ്റെ പ്രകടനവും ദൈവത്തിൻ്റെ പാപമോചനത്തിനുള്ള വഴിയും ആണെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനമുണ്ട്. 1 ശമൂവേൽ 30-ാം അധ്യായത്തിൽ ദാവീദ് സിക്ലാഗ് സ്ഥലത്ത് തിരിച്ചു വന്നപ്പോൾ തൻ്റെ ഭാര്യയെയും മക്കളെയും ജനങ്ങളെയും വസ്തുവകകളെയും എല്ലാം ശത്രു രാജാവ് പിടിച്ചുകൊണ്ടുപോയതായി അറിയുന്നു. എല്ലാം നഷ്ടപ്പെട്ടവനായി, he lost everything, എല്ലാം നഷ്ടപ്പെട്ടവനായി ദാവീദ് നിൽക്കുന്നു. പക്ഷേ 1 ശമൂവേൽ 30:4 ഒരു വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്. അടിവരയിടണം നിങ്ങൾ ആ വാക്യം. 1 ശമൂവേൽ 30:4 പറയുന്നു, അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയാൻ ബലമില്ലാതാകുവോളം കരഞ്ഞു. സ്തോത്രം. കരയാൻ ബലമില്ലാതാകുവോളം കരഞ്ഞു. ചില സമയത്ത് നമുക്കും അങ്ങനെ വരും. കാരണം പോലും അറിയാതെ നമ്മൾ കരഞ്ഞുപോയെന്ന് വരും. പക്ഷേ ദാവീദിനോട് ദൈവം പറഞ്ഞു, ദാവീദേ, നീ പിന്തുടരുക, ശത്രുവിനെ പിന്തുടരുക. നഷ്ടമായതെല്ലാം ദാവീദ് മടക്കി കൊണ്ടുവന്നു. അവിടെ എഴുതിയിരിക്കുന്നു, ഡേവിഡ് റിക്കവേർഡ് എവരിതിങ് വാട്ടെവർ ഹി ഹാസ് ലോസ്റ്റ്. ഡേവിഡ് റിക്കവേർഡ് എവരിതിങ് വാട്ടെവർ ഹി ഹാസ് ലോസ്റ്റ്. ദാവീദ് തനിക്ക് നഷ്ടമായത് എല്ലാം മടക്കി കൊണ്ടുവന്നു. കണ്ണുനീരിന് ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. യിരെമ്യാവിൻ്റെ പുസ്തകം 9:1 പറയുന്നു, അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണുനീരുറവുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കരയുന്ന പ്രവാചകൻ എന്നറിയപ്പെട്ടിരുന്ന യിരെമ്യാവിൻ്റെ ശുശ്രൂഷ കണ്ണുനീരിനാൽ അടയാളപ്പെടുത്തി. ഇസ്രായേലിൻ്റെ പാപവും പിന്മാറ്റവും അവർക്ക് വരാൻ പോകുന്ന നാശവും ഓർത്താണ് അദ്ദേഹം കരഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ ഒരു പ്രാവചനിക വിലാപമായിരുന്നു. ഇറ്റ് വാസ് എ പ്രോഫറ്റിക്കൽ ക്രൈ. ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള ജനത്തോടുള്ള ഒരു അപേക്ഷയായിരുന്നു അത്. കരച്ചിൽ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി നിലവിളിക്കുന്ന പ്രാവചനിക മധ്യസ്ഥതയുടെ പ്രകടനമായിരിക്കും എന്ന് യിരെമ്യാവ് തൻ്റെ കണ്ണുനീരിലൂടെ തെളിയിക്കുകയാണ്. അങ്ങനെയും നമുക്ക് കരയാനും പ്രാർത്ഥിക്കാനും സാധിക്കും. ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു. ഹല്ലേലൂയ. ഒരു 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി റോഡരികിലെ ഒരു ചെരുപ്പ് കടയിൽ കൊടും തണുപ്പ് സമയത്ത് നഗ്നപാതനായി ജനാലയിലൂടെ നോക്കി നിൽക്കുകയായിരുന്നു. ഒരു സ്ത്രീ ആ കുട്ടിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, മോനെ, എന്തിനാ ജനാലയിലൂടെ ഞാൻ നോക്കി നിൽക്കുന്നത്? അവൻ പറഞ്ഞു, എനിക്ക് ഒരു ജോഡി ഷൂസ് തരാൻ ഞാൻ യേശുവപ്പനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സ്ത്രീ ആ മോനെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണിൽ കണ്ണുനീരൊഴുകുന്നത് അവർ കണ്ടു. ഉടനെ തന്നെ ആ സ്ത്രീ അവൻ്റെ കൈക്ക് പിടിച്ച് അവനെ കടയുടെ അകത്തേക്ക് കൊണ്ടുപോയി. ആ കടക്കാരനോട് പറഞ്ഞു, ഈ മോന്
6 ജോഡി ഷൂസ് കൊടുക്കാൻ പറഞ്ഞു, സോക്സും കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് കടക്കാരനോട് പറഞ്ഞു, ഒരു ബേസിൻ ചൂടുവെള്ളം കിട്ടാമോ എന്ന് ചോദിച്ചു. ചൂടുവെള്ളവും വാങ്ങി, ടവലും വാങ്ങി. കുട്ടിയെ കടയുടെ പുറകുവശത്തേക്ക് കൊണ്ടുപോയി അവൻ്റെ കാലുകളെ കഴുകി ടവല് കൊണ്ട് തുടച്ച് അവൻ എടുത്തകത്ത് കൊണ്ടുവന്ന് ഒരു ജോഡി സോക്സും ഇട്ട് ഷൂസും കെട്ടി അവൻ്റെ കവിളിലൊരു ചുംബനവും കൊടുത്തിട്ട് ആ സ്ത്രീ ചോദിച്ചു, ആർ യു ഓൾ റൈറ്റ് നൗ? ഇപ്പം നിനക്ക് സുഖമാണോ, സന്തോഷമാണോ? ഐ ആം ഷുവർ, എനിക്കറിയാം നിനക്കിപ്പോൾ കൂടുതൽ സുഖം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന ഈ കുട്ടി ഓടിപ്പോയി ആ സ്ത്രീയുടെ കയ്യിൽ പിടിച്ചു, അവരുടെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുനീരോടെ തന്നെ അവൻ ഇങ്ങനെ ചോദിച്ചു, നീ യേശുവാണോ? ആർ യു ജീസസ്? അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ യേശുവല്ല. പക്ഷെ നീ എന്തിനാ എന്നോട് അങ്ങനെ ചോദിച്ചത് എന്ന് ആ സ്ത്രീ ചോദിച്ചു. അവൻ പറഞ്ഞു, നീ എനിക്കായി ചെയ്തത് യേശുവിന് മാത്രമേ ചെയ്യാൻ കഴിയൂ. അവൾ ആ കുട്ടിയോട് ചോദിച്ചു, നിനക്കെങ്ങനെ യേശുവിനെ അറിയാം? നീ യേശുവിനെ കണ്ടിട്ടുണ്ടോ? അവൻ പറഞ്ഞു, ഇല്ല, ഞാനൊരു അനാഥനാണ്, എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല. പക്ഷെ മരിക്കുന്നതിന് മുൻപ് എൻ്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ, കണ്ണുനീരോടെ നീ യേശുപ്പനോട് എന്ത് ചോദിച്ചാലും നിനക്ക് തരുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ യേശുവാണോ എന്ന്. സങ്കീർത്തനം 126 5, 6 വാക്യങ്ങളിൽ പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. യോഹന്നാൻ 16:20 പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും, ഈ ലോകം സന്തോഷിക്കും, എന്നാൽ നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നമ്മുടെ ഈ ശുശ്രൂഷ കണ്ണുനീരിൽ പണിയപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കത് കാണാം. ആവർത്തന പുസ്തകം 32:6-7 പറയുന്നു, 32:7 പറയുന്നു, പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക, മുൻ തലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്കുക, നിന്റെ പിതാവിനോട് ചോദിക്കുക, അവൻ അറിയിച്ചു തരും, നിന്റെ വൃദ്ധന്മാരോട് ചോദിക്കുക, അവർ പറഞ്ഞു തരും. പൂർവ്വകാലങ്ങളെക്കുറിച്ച് പലരും മറന്നു പോവുകയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് പഴയ കാര്യങ്ങളും കഥകളും ഒന്നും അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ദൈവം നമ്മളെ നടത്തിയതെന്നും നിങ്ങളെ നടത്തിയതെന്നും നടത്തുന്നതെന്നും മക്കൾക്ക് ഇരുന്ന് പറഞ്ഞു കൊടുക്കണം. മക്കളെ, ഇതൊന്നും പൊട്ടിപ്പുറപ്പെട്ട് വന്നതല്ല, ഇതെല്ലാം കണ്ണുനീരിൻ്റെ കഥയാണ്. ദി സ്റ്റോറി ഓഫ് ടിയേഴ്സ്. GMIക്ക് പണം തരുന്നത് അമേരിക്കക്കാരല്ല. ഒരു വെള്ളക്കാരും നമ്മുടെ മിഷണറിമാർക്കോ ആശ്രമങ്ങൾക്കോ GMIക്കോ പണം തരുന്നില്ല. നമുക്ക് പണം തരുന്നത് കണ്ണുനീരിൻ്റെ പണമാണ്. നമുക്കിവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, പരശുവയ്ക്കൽ എന്ന സ്ഥലത്ത്. എല്ലാ മാസവും അവരിവിടെ വന്ന് കുറച്ച് രൂപ അടയ്ക്കുമായിരുന്നു. കുറച്ചല്ല, ഒരു വലിയ എമൗണ്ട് അടയ്ക്കുമായിരുന്നു. ഞാൻ അന്വേഷിച്ചു, ഇവർക്ക് എവിടെ നിന്നാണ് ഈ പൈസ? അവർ തരുന്നത്, അവർ പശു വളർത്തി ആ പശുവിൽ കറന്ന് കിട്ടുന്ന പൈസ, പാല് വിറ്റ് കിട്ടുന്ന പൈസ ശേഖരിച്ചു വെച്ച് വലിയ എമൗണ്ട് ഇവിടെ കൊണ്ട് അടയ്ക്കുമായിരുന്നു മാസം തോറും. ഞാൻ പല ദിവസം അവരുടെ വീട്ടിൽ പോയി. 4 പാടും ചാണകക്കുഴിയാണ്. കുറേ പശുക്കളുണ്ട്. അവർ പറയുന്നതെല്ലാം പശുക്കളെക്കുറിച്ചും അവരുടെ
പോറ്റലിനെ കുറിച്ചുമാണ്. പക്ഷെ എല്ലാ ദിവസവും ഓരോ സ്ഥലത്ത് പോയി പ്രാർത്ഥന കൂട്ടായ്മകൾ നടത്തും, ആരാധന നടത്തും, ശുശ്രൂഷകൾ നടത്തും, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ വരും എല്ലാ മാസവും. അവസാനം ഒരു രോഗിയായി, നടക്കാൻ വയ്യാതെയായി. അപ്പോൾ ഓട്ടോ പിടിച്ച് വരും. അവസാനം മരിക്കാറാകുന്നത് വരെയും വരുമായിരുന്നു. അടുത്തിടയ്ക്കാണ് അവർ മരിച്ചത്. അവർ തരുന്ന പൈസയാണ് GMIയുടെ പൈസ. വേറൊരു സഹോദരിയുണ്ട്, എപ്പോഴും പറയും, അച്ഛാ എൻ്റെ പേര് പറയരുത്. ഇപ്പോഴും അവരുടെ വന്നിട്ടുണ്ട്, എനിക്ക് അറിയാം, എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ മാസവും അവർ വന്നു, ഒരു വലിയ എമൗണ്ട് എന്നെ ഏൽപ്പിച്ചു. പേര് പറയരുതേ. ഒരു ചെറിയ സ്ഥാപനം നടത്തുന്ന ഒരു സഹോദരി, ഒരു കുഞ്ഞു സ്ഥാപനം, കിട്ടുന്ന പൈസ എല്ലാം ശേഖരിച്ചു വെച്ച് ഇവിടെ വേലയ്ക്ക് കൊണ്ടുവരികയാണ്. ഇതാണ് നമ്മുടെ മിഷണറിമാർക്ക് നമ്മൾ കൊടുക്കുന്നത്. സ്തോത്രം. ആഡംബരമായി ജീവിക്കാൻ നമുക്കിതിൽ നിന്ന് സാധിക്കുമോ? ഇവിടെ വരുന്ന ഒരു പൈസ പോലും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ എടുക്കാറില്ല. ഒരു പൈസ പോലും. എത്രയോ വർഷങ്ങൾ എൻ്റെ സ്വന്തം സഹോദരൻ, ഒരു സഹോദരൻ എന്നെ മാസം തോറും എൻ്റെ അക്കൗണ്ടിൽ 1-ാം തീയതി ആകുമ്പോൾ പൈസ അയക്കുമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ബലഹീനനായി ക്ഷീണിതനായിട്ട് വീട്ടിലാണ്. അദ്ദേഹം പറയുന്നത്, എനിക്ക് വേലയ്ക്ക് പോകാൻ പറ്റുന്നില്ല, നീ പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് എല്ലാ മാസവും പണം അയക്കുമായിരുന്നു. കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എനിക്കിനി പൈസ തരാൻ പറ്റുമെന്ന് തോന്നണില്ല, എനിക്കും പ്രായമായി വരുന്നു. ഞാൻ ചിന്തിച്ചു, ഇനി എങ്ങനെ മുമ്പിലോട്ടുള്ള കാര്യം നടക്കും? പക്ഷെ എനിക്കറിയാം, വിളിച്ചവൻ വിശ്വസ്തനാണ്. എൻ്റെ ചേട്ടന് തരാൻ പറ്റിയില്ലെങ്കിൽ ദൈവം എന്തെങ്കിലും വഴി തുറക്കും. അപ്പോൾ എനിക്കൊരു വഴി തുറന്നു. ഒരു വർഷം ആ പള്ളിയിൽ, ഏകദേശം ഒരു വർഷം ഞാൻ ശുശ്രൂഷ ചെയ്തു. അതുകൊണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷകളും കുടുംബങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. എന്നാലും ഞാൻ ഇവിടെ നിന്നൊരു പൈസ എടുത്തില്ല. കാരണം എന്നറിയോ? ഇവിടെ വരുന്ന ഓരോ പൈസയും കണ്ണുനീരിൻ്റെ പൈസയാണ് എന്ന് പറഞ്ഞ് മറ്റതങ്ങനെ അല്ലെന്നല്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എനിക്ക് ഞാൻ തന്നെ ഇറങ്ങേണ്ടി വന്നു. എന്നെ ഇറക്കി വിട്ടതല്ല, എന്നെ നിർബന്ധിച്ച് തിരുമേനി പറഞ്ഞു, അച്ഛൻ ഇവിടെ തുടരണം, അപ്പോയിൻമെൻ്റ് അടിച്ചു തന്നു. ഞാൻ പറഞ്ഞു, വേണ്ട തിരുമേനി, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ ഒറീസയിലെന്ന് CNI മോഡറേറ്റർ വിളിച്ചു. ഒരു ദിവസം അത്യാവശ്യമായിട്ട് ഡൽഹിയിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ ഡൽഹിയിൽ പോയി, എനിക്ക് ടിക്കറ്റ് അയച്ചു തന്നു. അപ്പോൾ പറഞ്ഞു, ഈ ആഴ്ച തന്നെ നാഗ്പൂരിൻ്റെ ചാർജ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നാഗ്പൂരിൻ്റെ ചാർജ് എടുത്ത്, കഠിനമായ ജോലിയാണെങ്കിലും രാത്രിയും പകലും പണിയെടുത്താണ് ഞാനും ജീവിക്കുന്നത്. എൻ്റെ 2 മക്കളും എന്നെപ്പോലെ കഠിനമായ ജോലി ഇതാണ് ജീവിക്കുന്നത്. എന്നിൽ നിന്ന് അവർ ഒരു പൈസയും വാങ്ങാറില്ല. ഞാൻ കൊടുത്താലും അവർ വാങ്ങൂല. 2 മാസത്തിന് മുമ്പ് ഞാൻ കുറച്ച് രൂപ എൻ്റെ ഇളയ മോൻ്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവ എന്നെ വിളിച്ചു, പപ്പ എനിക്ക് പൈസ കിട്ടോ? ഞാൻ പറഞ്ഞു, നിന്നെ കിട്ടു, നിൻ്റെ ബർത്ത്ഡേ അല്ലേ, അതുപോലെ ആ പൈസ തിരിച്ചിട്ടു. അത്ര അഭിമാനിയാണ് അവൻ. എൻ്റെ മോനല്ലേ. അതുകൊണ്ട് GMIയുടെ പൈസ എടുത്തല്ല ഞാനോ എൻ്റെ മക്കളോ ജീവിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ മോഡറേറ്റർ പിന്നെയും വിളിച്ചു. ഞാനപ്പോൾ കന്യാകുമാരിയിൽ ഓണം വെക്കേഷൻ റിട്രീറ്റ് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഡൽഹിയിൽ വരണമെന്ന് പറഞ്ഞു. ഡൽഹി പോയി വേറൊരു ജോലി തന്നു. ഇപ്പോൾ ഡൽഹിയിൽ ആ ജോലി ചെയ്യുന്നു. കഠിനമായ ജോലിയാണ്. ചിലപ്പോൾ പറ്റുന്നില്ല. ഈ പ്രായത്തിൽ കഠിനമായ ജോലിയാണ്. രാത്രിയും പകലും ജോലി എടുക്കണം, ഒരുപാട് ട്രാവൽ ചെയ്യണം. ആൾക്കാർ ചോദിക്കാറുണ്ട്, അച്ഛാ യാത്രയൊക്കെ നല്ല സുഖമായിരുന്നു. യാത്രയൊന്നും സുഖകരമല്ല. ചിലപ്പോൾ വളരെ വിഷമമാണ്. എന്നാലും ജോലിയാണ്. ജോലി ചെയ്തുകൊണ്ട് ആ പണം കൊണ്ട് ഞാൻ യാത്ര ചെയ്യുന്നു.
ഇവിടെ വരുന്നു എല്ലാ മാസവും, ആ പൈസ കൊണ്ട് വരുന്നു, ദൈവവേല ചെയ്യുന്നു. നിങ്ങൾ തരുന്ന പൈസ കൊണ്ടല്ല, നിങ്ങൾ തരുന്ന പൈസ കൊണ്ട് എനിക്ക് വിഷമവും കൊണ്ടല്ല, നിങ്ങൾ തരുന്ന പൈസ കൊണ്ട് മറ്റൊരുപാട് മിഷൻ നടക്കാനുണ്ട്, മിനിസ് നടക്കാനുണ്ട്, സുവിശേഷം നടക്കാനുണ്ട്, ആലയങ്ങൾ പണിയപ്പെടാനുണ്ട്. പല സ്ഥലങ്ങളിലും ആലയ പണികൾ നടക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ മാസം നിങ്ങൾക്ക് കഞ്ഞിയാണ് തന്നത്. ഇന്ന് അതുകൊണ്ട് ആരെങ്കിലും പിണങ്ങി വരാതിരിക്കണോണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. കഴിഞ്ഞ മാസം കഞ്ഞിയായി പോയതുകൊണ്ട്. ഞാൻ കഴിഞ്ഞ മാസമാണ് ഏറ്റവും തൃപ്തിയോടെ കഴിച്ചത്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് പയറുകഞ്ഞി. തൃപ്തിയോടെ ചോറും ഇവിടുത്തെ സാമ്പാറും കഴിക്കുന്നതിനേക്കാളും തൃപ്തിയോടെ പയറുകഞ്ഞി കഴിച്ചു. ഞാൻ അറിഞ്ഞില്ല കഴിഞ്ഞ ആഴ്ച പയറുകഞ്ഞിയാണെന്ന്. പക്ഷേ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഒരുപാട് കഴിച്ചു. ഹലോ, ദേഷ്യം വന്ന് നോക്കണം എന്തിനാ എന്നെ? ഇന്നും പയറുകഞ്ഞിയാണോ നോക്കിക്കൊണ്ടിരിക്കുക? പക്ഷെ എൻ്റെ മനസ്സിനകത്ത് ചെറിയൊരു സങ്കടം വന്നു. അങ്ങനെ സ്പോൺസർഷിപ്പ് കിട്ടാതെ പോയത്? സ്തോത്രം. ആരോടും പോയി കൈനീട്ടാൻ എനിക്ക് അടുത്ത മാസം പൈസ തരണേ എന്ന് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ നമുക്ക് ആളുമില്ല. ഇവിടെ അനൗൺസ് ചെയ്യാനേ പറ്റൂ. പക്ഷേ ഇന്ന് ഞാൻ ആ പേപ്പർ കണ്ടപ്പോൾ, ഏത് മാസം വരെ ഉണ്ട്? ഒക്ടോബർ വരെ നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടി. സ്തോത്രം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പയറുകഞ്ഞി ആക്കിയാലേ നിങ്ങൾ അനങ്ങുമെന്ന് എനിക്ക് മനസ്സിലായി. കണ്ണുനീരിൻ്റെ മിനിസ്ട്രിയാണ് പ്രിയപ്പെട്ടവരെ GMI. ഓരോരുത്തരും എളിയവരാണ് നമ്മളെ സഹായിക്കുന്നത്. എളിയവർ. കഴിഞ്ഞ ദിവസം ജവഹർ നഗറിൽ ആശ്രമം പണിക്ക് ഒരാൾ 100 രൂപ അയച്ചു വന്നു. 100 രൂപ. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇല്ലാത്ത ആരോ 100 രൂപ അയച്ചു. 10,000 അയച്ചവരുണ്ട്, 100 രൂപ അയച്ചവരുണ്ട്. ദൈവം അവരെ ഒരുപാട് അനുഗ്രഹിക്കും. സ്തോത്രം. ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവിടെ പണിയുന്നത് എന്തിനാണ്? ആൾക്കാർക്ക് വന്നിരുന്ന് കരയാൻ. കണ്ണുനീരിൻ്റെ സ്ഥലം. ഈ ആശ്രമം കണ്ണുനീരിനാൽ ശുദ്ധീകരിക്കപ്പെട്ട സ്ഥലമാണ്. ഞാനല്ല നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത്, കർത്താവാണ്. അതിനാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ നിന്ന് നാഗ്പൂരിലേക്ക് താമസം മാറി പോകുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ ആൾക്കാർക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കാനൊരു സ്ഥലമുണ്ടാകണമെന്ന്. ദൈവം നമുക്ക് സ്ഥലം തന്നു. അവിടെ എവിടെയായി നമുക്ക് ആലയങ്ങൾ ദൈവം പണിയാൻ അവസരം തരുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം. യേശു കണ്ണുനീർ വാർത്തു. യേശു കരഞ്ഞു. ആഴത്തിലുള്ള അർത്ഥം ഉൾക്കൊള്ളുന്നതാണിത്. ലാസറിൻ്റെ ശവകുടീരത്തിൽ യേശു കരഞ്ഞു. മനുഷ്യരുടെ കഷ്ടപ്പാടുകളോടുള്ള ആഴമായ അനുകമ്പയും സഹാനുഭൂതിയും യേശു പ്രകടമാക്കുകയാണ്. യേശുവിൻ്റെ കണ്ണുനീർ വെളിപ്പെടുത്തുന്നത് ദൈവം നമ്മുടെ വേദനയിൽ നിന്ന് അകലെയോ വേർപിരിയുകയോ ഇല്ല എന്നാണ്. മറിച്ച് അത് ആഴത്തിൽ നമ്മുടെ വേദനകളെ കൂടെ കർത്താവിൻ്റെ കണ്ണുനീർ കൊണ്ട് ചലിപ്പിക്കുകയാണ് എന്നാണ്. യേശുവിൻ്റെ കരച്ചിൽ മനുഷ്യത്വത്തിനും ദൈവികതയ്ക്കും ഇടയിലുള്ള വിടവ് നികത്തിക്കൊണ്ട് കഷ്ടപ്പാടുകളോടുള്ള ദൈവിക പ്രതികരണമാണ് കണ്ണുനീർ എന്ന ആശയത്തിന് അടിവരയിടുന്നത് എന്നാണ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് 22:61 മുതൽ 62 വരെയുള്ള വാക്യത്തിൽ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, അവിടെ എഴുതിയിരിക്കുന്നു, പത്രോസ് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. മത്തായി 26:75 പറയുന്നു, അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ അഗാധമായ പശ്ചാത്താപത്തിൻ്റെ അനുതാപത്തിൻ്റെയും അടയാളമായിരുന്നു. പൗലൂസിനെ കുറിച്ച് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 20:19-31 വാക്യങ്ങൾ. അദ്ദേഹം പറയുന്നു, വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ ഞാൻ കർത്താവിനെ സേവിച്ചു വന്നു. കണ്ണുനീരോടെ സേവിച്ചു. I served the Lord with tears.
സ്തോത്രം. 31 വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ, ഞാൻ 3 വർഷം രാവും പകലും ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. I was teaching you with tears. ഞാൻ നിങ്ങളെ കണ്ണുനീരോടെയാണ് ഉപദേശിച്ചത്. What a marvelous man of God Paul was. എത്ര അത്ഭുതവാനായ മനുഷ്യനായിരുന്നു പൗലോസ്. അദ്ദേഹം പലപ്പോഴും തൻ്റെ കണ്ണുനീരിനെ കുറിച്ച് സംസാരിച്ചു. എഫേസ്യ മൂപ്പന്മാരോട് പറയുകയാണ്, ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറയുകയാണ്, കണ്ണുനീരോടെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത്. പ്രിയപ്പെട്ടവരെ, ആൾക്കാർ പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മുടെ അടുക്കൽ കണ്ണുനീരിന് വേണ്ടി വരുമ്പോൾ, പ്രാർത്ഥിക്കാൻ വരുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു ആൾക്കാർ. അവരുടെ വേദന കാണുമ്പോൾ നമ്മളും കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടുള്ള പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നിങ്ങളിവിടെ അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ട്. നിങ്ങളുടെ ഓരോ കണ്ണുനീർ തുള്ളികളും ശേഖരിച്ചു വെച്ചതിന് മറുപടി തരുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒരിക്കൽ കൂടെ സ്തോത്രം പറയാം. ഹല്ലേലൂയ. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. മനക്ലേശം നേരിടുമ്പോൾ ബലം നിനക്കു നൽകും. മനക്ലേശം നേരിടുമ്പോൾ ബലം നിനക്കു നൽകും. അവൻ നിൻ വെളിച്ചവും രക്ഷയുമാകയാൽ താമസമെന്നീ നീ വന്നിടുക. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. കണ്ണുനീരിന് ഒരു ആത്മീയത ഉണ്ട്. അതിനെ കണ്ണുനീരിൻ്റെ ആത്മീയത എന്ന് പറയാം. ക്രൈസ്തവ ആത്മീയതയിലും ദൈവശാസ്ത്രത്തിലും കണ്ണുനീരിന് വലിയൊരു സ്ഥാനമുണ്ട്. അതും കൂടെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അത് കേവലം ബലഹീനതയുടെ അടയാളമല്ല, മറിച്ച് മനുഷ്യത്വത്തിൻ്റെയും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെയും ആഴത്തിലുള്ള ഒരു പ്രകടനമാണ്. നമ്മളിന്ന് വായിച്ച ഹന്നയുടെയും ദാവീദിൻ്റെയും സംഭവങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ കണ്ണുനീർ പ്രാർത്ഥനയുടെ ഒരു രൂപമാണ്. വാക്കുകൾക്ക് പലപ്പോഴും കഴിയാത്ത വികാരങ്ങൾ കണ്ണുനീര് പ്രകടിപ്പിക്കുന്നു. കണ്ണുനീര് നമ്മുടെ ഹൃദയത്തെ ദൈവത്തോട് തുറക്കുന്നതിനുള്ള ഒരു മാർഗമായി കാണുന്നു. അതേസമയം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ ഓർമ്മിപ്പിക്കാനും നമ്മളെയും ആശ്വസിപ്പിക്കാനും സുഖപ്പെടുത്താനും കണ്ണുനീരിന് സാധിക്കും. ഭാഗ്യവചനത്തിൽ യേശു പറയുകയാണ്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. മത്തായി 5:4. വിലാപവും കണ്ണുനീരും ദൈവിക ആശ്വാസത്തിനും വിടുതലിനും വിമോചനത്തിനും കാരണമാകും. കണ്ണുനീർ ലോകത്തിൻ്റെ തകർച്ചയെയും വീണ്ടെടുപ്പിൻ്റെ പ്രത്യാശയെയും പ്രതിഫലിപ്പിക്കുകയാണ്. കഷ്ടപ്പാടുകളുടെ യാഥാർത്ഥ്യവും
അതിനോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനായുള്ള വാഞ്ചയും കണ്ണുനീർ അംഗീകരിക്കുകയാണ്. നമ്മുടെ കണ്ണുകളിൽ നിന്ന് എല്ലാ കണ്ണുനീരും തുടച്ചു കളയും. നമ്മൾ ഇന്ന് വായിച്ചതാണ് വെളിപ്പാട് പുസ്തകം 21:4. ദുഃഖവും കരച്ചിലും അവസാനിക്കുന്ന ഒരു ഭാവിയിലേക്ക്, ഒരു അന്ത്യകാല ദൈവശാസ്ത്രത്തിലേക്ക് അത് വിരൽ ചൂണ്ടുകയാണ്. ദൈവം നമ്മുടെ വേദന കാണുന്നുവെന്നും ആത്യന്തികമായി അവിടെ നിന്ന് നമ്മളെ സൗഖ്യമാക്കുമെന്നും വെളിപ്പാട് പുസ്തകം പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ അവസാനിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ക്രൈയിങ് ആസ് എ പ്രൊട്ടസ്റ്റ് ആൻഡ് പ്ലീ ഫോർ ജസ്റ്റിസ് എന്നൊരു ദൈവശാസ്ത്രജ്ഞൻ പറയുന്നു. ഒരു പ്രതിഷേധമായും നീതിക്ക് വേണ്ടിയുള്ള അപേക്ഷയായും കണ്ണുനീരിനെ കാണുകയാണ്. Tears can also be a form of protest against evil and oppression. തിന്മയ്ക്കും അടിച്ചമർത്തലിനും എതിരായ പ്രതിഷേധത്തിൻ്റെ ഒരു രൂപമാണ് കണ്ണുനീർ എന്ന് അദ്ദേഹം പറയുന്നു. ദൈവത്തോട് നിലവിളിക്കുന്നത് എങ്ങനെ ദൈവിക ഇടപെടലിലേക്കും നീതിയിലേക്കും നയിക്കുമെന്ന് ബൈബിളിലെ ഉടനീളം നമ്മൾ വായിക്കുന്നു. ദൈവം നീതിമാന്മാരുടെ നിലവിളി കേൾക്കുമെന്ന് സങ്കീർത്തനം പറയുമ്പോൾ, ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അനീതിക്കെതിരെ നിലവിളിക്കാനും പ്രതികരിക്കാനും ഈ വാഗ്ദാനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈജിപ്തിലെ അടിച്ചമർത്തലിൽ ഇസ്രായേല്യർ ദൈവത്തോട് നിലവിളിച്ചു. അവരെ വിമോചിപ്പിക്കാൻ ദൈവം മോശയെ ഉയർത്തി. അവരുടെ കൂട്ട നിലവിളി ദൈവിക പ്രവർത്തനത്തിനും വിമോചനത്തിനും ഉത്തേജനമായിരുന്നു. ഹബക്കൂക്കിൻ്റെ പുസ്തകം 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കും, നീ കേൾക്കാതിരിക്കും. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കും, നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതികേട് കാണിക്കുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എൻ്റെ മുൻപിലുണ്ട്. കലഹം നടക്കുന്നു, ശണ്ട ഉളവായി വരും. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, ന്യായം ഒരു നാളും വെളിപ്പെട്ട് വരുന്നില്ല. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെടുന്നു എന്നൊക്കെ ഹബക്കൂക്ക് അനീതിക്കെതിരെ സംസാരിക്കുകയാണ് ദൈവത്തോട്. എന്തുകൊണ്ടാണ് തെറ്റും അക്രമവും ദൈവം സഹിക്കുന്നതെന്ന് ദൈവത്തോട് ചോദ്യം ചെയ്യുകയാണ്. തനിക്ക് ചുറ്റും കാണുന്ന തിന്മയ്ക്കെതിരായ പ്രതിഷേധത്തിൻ്റെ ഒരു രൂപമാണ് ഹബക്കൂക്കിൻ്റെ കണ്ണുനീർ. സ്തോത്രം. നീതി വിജയിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ദൈവം ഹബക്കൂക്കിനോട് മറുപടി പറയുകയാണ്. ശ്രദ്ധയോടെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും, ഹബക്കൂക്കേ, നിന്റെ കണ്ണുനീരിന് മറുപടി വരും. ലൂക്കോസ് 18:1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ ഒരു വിധവ കരയുകയാണ്. യേശു തൻ്റെ അനുയായികളെ എപ്പോഴും പ്രാർത്ഥിക്കുന്നതിനും പ്രാർത്ഥന നിർത്താതിരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുകയാണ്. നീതിക്ക് വേണ്ടിയുള്ള ഒരു വിധവയുടെ നിരന്തരമായ അഭ്യർത്ഥനയാണത്. ഒടുവിൽ അവളുടെ അഭ്യർത്ഥന അനുവദിക്കുന്നതിലേക്ക് അന്യായം മാത്രം ചെയ്തുകൊണ്ടിരുന്ന ജഡ്ജി നയിക്കപ്പെടുകയാണ്. അവളുടെ കണ്ണുനീരിൻ്റെ ശക്തി, നിരന്തര പ്രാർത്ഥനയുടെ പ്രാധാന്യം, നീതിക്ക് വേണ്ടിയുള്ള നമ്മുടെ നിലവിളികളോട് നീതിമാനായ ദൈവം പ്രതികരിക്കുമെന്ന് ഉറപ്പ് യേശുക്രിസ്തു നമുക്ക് ഈ ഉപമയിലൂടെ വ്യക്തമാക്കുകയാണ്. ലൂക്കോസ് 4:18-19 എന്ന നസ്രായ പ്രകടന പത്രിക നമുക്കറിയാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കാൻ, പീഡിതന്മാരെ വിടുവിച്ചയക്കാൻ, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ദരിദ്രന്മാർ സുവിശേഷം കേൾക്കണം, ബദ്ധന്മാർക്ക് വിടുതലുണ്ടാകണം, കുരുടന്മാർക്ക് കാഴ്ച ലഭിക്കണം, പീഡിതന്മാർ വിടുവിച്ചയക്കപ്പെടണം, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് എന്നെ അയച്ചിരിക്കുന്നത്. ഈ വചനങ്ങളെ നസ്രത്തിലെ പ്രകടന പത്രികയായി ദൈവശാസ്ത്രജ്ഞന്മാർ കാണുന്നു. കുരുടന്മാർ കാണണം, പീഡിതന്മാർ വിടുവിക്കപ്പെടണം, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കപ്പെടണം. ഇത് യെശയ്യാവ് കണ്ട ഒരു മെശഹീയത പ്രവചനമായിരുന്നു. വിധിയോടുള്ള വിട്ടുവീഴ്ച, അത് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു രീതിയല്ല ബൈബിളിലുള്ളത്. ഇതല്ല എൻ്റെ വിധിയാണ്, ഞാൻ അനുഭവിക്കേണ്ടതാണ്, അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് പറയുന്ന ഒരു രീതിയല്ല കണ്ണുനീരോടുള്ള പ്രാർത്ഥന കാണിക്കുന്നത്. ബന്ധനങ്ങളോടും ചൂഷണങ്ങളോടും തിന്മയുടെ ശക്തികളോടും നിരന്തരം സമരപ്പെടുന്ന അഥവാ കലഹിക്കുന്ന ഒരു രീതിയാണ് മെശഹീയ പ്രത്യാശയ്ക്കുള്ളത്.
വരുന്നതെല്ലാം വിധിയാണെന്നും അത് അനുഭവിക്കണമെന്നും അത് മാറ്റാൻ പാടില്ലെന്നുമുള്ള ചിന്ത തെറ്റാണെന്നാണ് സുവിശേഷത്തിൻ്റെ നിലപാട്. ഇതാണ് പുറപ്പാട് പുസ്തകത്തിലെ വിമോചന സമരത്തിൻ്റെ കഥ. ഫറവോൻ വിളമ്പിയത് ഭക്ഷിക്കാൻ അവർ തയ്യാറായില്ല. അടിമത്തത്തെ അവർ വെല്ലുവിളിച്ചു. യഹോവയായ ദൈവം അതിനുള്ള ശക്തിയായി എളിയവർക്ക് കൊടുത്തു. ലക്ഷക്കണക്കിന് ജനത്തിൻ്റെ വിമോചന യാത്രയുടെ രേഖയാണ് ബൈബിളിലെ ആദ്യത്തെ അല്ലെങ്കിൽ ആദ്യ പഞ്ചപുസ്തകങ്ങൾ, പെന്ററ്റ്യൂക്ക്. യേശുവിൻ്റെ ശുശ്രൂഷയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. കുരുടൻ്റെയും കുഷ്ഠരോഗിയുടെയും രക്തസ്രവക്കാരിയുടെയും നിലവിളിക്കുള്ള യേശുവിൻ്റെ പ്രതികരണമാണ് സുവിശേഷം. അത് വിടുതൽ തന്നെയായിരുന്നു. അവരുടെ ജഡത്തിലെ ശൂലം അവിടെ നിന്ന് ഒടിച്ചു ദൂരെ എറിഞ്ഞു. അപ്പോസ്തല ശുശ്രൂഷ മുഴുവനും വിമോചനത്തിൻ്റെത് തന്നെയായിരുന്നു. കാരാഗൃഹത്തിലായപ്പോൾ വിളമ്പുന്നത് ഭക്ഷിക്കാൻ അവർ കൂട്ടാക്കിയില്ല. സഭ പ്രാർത്ഥിച്ചു. കാരാഗൃഹങ്ങളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിൽ തുറന്നു, ചങ്ങലകൾ അഴിഞ്ഞു, അവർ സ്വതന്ത്രരായി സുവിശേഷം പ്രസംഗിച്ചു. അതാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ ഉണ്ടായത്. വിളമ്പുന്നത് ഭക്ഷിക്കാൻ പറഞ്ഞത് ഭക്ഷണം എന്ന് മാത്രമേ അർത്ഥമാക്കാവൂ. അതിന് വേറെ യാതൊരു അർത്ഥവും ഇല്ലെന്ന് കൂടെ മനസ്സിലാക്കാനും കൂടെ നമ്മൾ കഴിയണം. പൗലൂസിനുണ്ടായ ശൂലത്തിന് കാരണം അദ്ദേഹം അവിടെ തന്നെ പറയുന്നുണ്ട്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയായി എടുക്കേണ്ട കാര്യമില്ല എന്നുകൂടെ മനസ്സിലാക്കണം. അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ഗതശമനയിലെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി കിട്ടാത്തത് യേശു മനുഷ്യവർഗത്തിൻ്റെ പാപം ചുമന്നു ക്രൂശിക്കപ്പെടണം എന്നുള്ളതായിരുന്നു ദൈവഹിതം എന്നതാണ് വേദപുസ്തകത്തിൻ്റെ നിലപാട്. ഈ പ്രാർത്ഥനയും സാധാരണ മനുഷ്യരായ നമ്മുടെ ദൈനംദിന കണ്ണുനീരോടുള്ള പ്രാർത്ഥനയും തമ്മിൽ ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പാടില്ല. ബുദ്ധമതത്തിലെ ഒരു പ്രധാന ചിന്തയാണ് കർമ്മവും വിധിയും. അത് വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കാറില്ല. കാരണം ദൈവത്തിൻ്റെ ആളത്വത്തെ പോലും വിശ്വസിക്കാത്ത ഒരു നിലപാടാണ് ബുദ്ധമതത്തിനുള്ളത്. എന്നാൽ വേദപുസ്തകത്തിൻ്റെ ദൈവശാസ്ത്രം അതല്ല. വിധിപ്രകാരമേ എല്ലാം നടക്കൂ എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ ജീവിതത്തോട് തന്നെ നമുക്ക് മടുപ്പ് തോന്നുകയും വലിയ നിർവിചാരകത്വത്തിലേക്കും ഒടുവിൽ കൊടിയ വിഷാദത്തിലേക്കും പോകേണ്ടി വരും. ഒന്നോ രണ്ടോ വചനം മാത്രം വെച്ച് കളിക്കാനുള്ളതല്ല ഇത്രയും വിലയേറിയ അനേകം സാധ്യതകളുള്ള നിങ്ങളുടെ ഈ ചെറിയ ജീവിതം. കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് വലിയ സ്വപ്നങ്ങളോടെ ജീവിച്ചും അടുത്ത തലമുറയെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചും ജീവിക്കാൻ നമുക്ക് കഴിയണം. സുവിശേഷം വിഷാദത്തിൻ്റെ ജൽപ്പനങ്ങളല്ല, ജീവൻ്റെയും സമൃദ്ധിയായ ജീവൻ്റെയും ആഘോഷമാണ്. ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് അബണ്ടന്റ് ലൈഫ് ആൻഡ് ലൈഫ് ഇൻ അബണ്ടൻസ്. ജീവിക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നവന് ആനന്ദത്തോടെ ജീവിക്കാൻ നൽകുന്ന ചൈതന്യവും പ്രതീക്ഷയുമാണ് സുവിശേഷം നൽകുന്നത്. ആത്മഹത്യാ ചിന്തകളിൽ നിന്നുള്ള പൂർണ്ണ വിമോചനമാണ് സുവിശേഷം നൽകേണ്ടത്. സുവിശേഷ യോഗങ്ങളിൽ നടക്കേണ്ടത് അതാണ്, നടക്കുന്നത് അതാണ്. ഇവിടെയാണ് പ്രേക്ഷിത ദൗത്യത്തിൻ്റെ പങ്ക്, മിഷൻ്റെ പങ്ക് നാം തിരിച്ചറിയുന്നത്. ഇവിടുത്തെ സാമൂഹിക തിന്മകളുടെ ശക്തികൾ നമുക്ക് വച്ചു നീട്ടിയ പാത്രം കുടിക്കാൻ നാം തയ്യാറായില്ല. അരയ്ക്ക് മുകളിൽ തുണി ഉടുക്കാൻ പാടില്ല എന്നുള്ള വിധിയെ മാറ്റി എഴുതാൻ നമ്മൾ പ്രതികരിച്ചു, നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ കരഞ്ഞു, നമ്മൾ നിലവിളിച്ചു, നമ്മൾ പ്രതിഷേധിച്ചു. പല സ്ഥലങ്ങളിലും നാം അതിനെതിരെ കലഹിച്ചു. അതാണ് പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിൻ്റെ ചരിത്രം. അതാണ് മിഷണറി പ്രവർത്തനത്തിൻ്റെ ചരിത്രം. അതാണ് നാം ഇന്നും പറഞ്ഞും ചെയ്തും കൊണ്ടിരിക്കുന്ന നസ്രായ വിളംബരം. നമ്മുടെ മിഷണറിമാരെ പ്രോത്സാഹിപ്പിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിന് എതിർപ്പുള്ളത് ഭാരതത്തിൽ. സുവിശേഷം നിഷ്ക്രിയമായ വിഷാദത്തിൻ്റെ വാക്കുകളാകരുത്. അത്തരം അവതരണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അരുത്. അത് വലിയ അപകടം വിളിച്ചു വരുത്തും. ഒരു സ്വപ്നവുമില്ലാത്ത നിസ്സംഗതയുള്ള നിഷേധാത്മകമായ ഒരു തലമുറ ഇവിടെ ഉടലെടുക്കും. സുവിശേഷം കർമ്മോദ്ധിതമാകണം. അതുകൊണ്ടാണ് യേശുവിനെ കേൾക്കാൻ സാധാരണക്കാരായ ഗലീലക്കാർ ഓടിക്കൂടിയത്. കാരണം അത് വിമോചനത്തിൻ്റെ കാഹളമായിരുന്നു, പ്രതീക്ഷയുടെ തീപ്പന്തമായിരുന്നു. ഒരു വിമോചന ദൈവശാസ്ത്രജ്ഞൻ ഇപ്രകാരം പറഞ്ഞു: He was an activist, not a pacifist. അദ്ദേഹം ഒരു പ്രവർത്തകനായിരുന്നു, ഒരു കർമ്മോന്മുഖൻ, ഒരു നിഷ്ക്രിയനായിരുന്നില്ല. ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വെച്ചതാണ്. Let me repeat again. ഒരിക്കൽ കൂടെ പറയട്ടെ. He was an activist, not a pacifist. അദ്ദേഹം ഒരു പ്രവർത്തകനായിരുന്നു, കർമ്മോന്മുഖൻ,
നിഷ്ക്രിയനായിരുന്നില്ല. തനിക്ക് മോചനം ലഭിക്കാൻ കുഷ്ഠരോഗി കരഞ്ഞു. യേശു അദ്ദേഹത്തെ സൗഖ്യപ്പെടുത്തി. സുഖം പ്രാപിച്ചു കുഷ്ഠരോഗി. അന്ധൻ കരഞ്ഞു. യേശു അദ്ദേഹത്തെ സുഖപ്പെടുത്തി. 38 വർഷമായി ബെഥസ്ത കുളത്തിൽ കഴിഞ്ഞ മനുഷ്യനോട്, വിധിയോട് ചേർന്ന് ജീവിച്ച മനുഷ്യനോട് യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അതിനാൽ നമ്മുടെ വെല്ലുവിളികളോടും വിധികളോടും വിട്ടുവീഴ്ച ചെയ്യരുത്. നിരന്തരം അതിൽ പ്രതിഷേധിക്കുകയും നമ്മുടെ ജീവിതത്തിലെ വഴി നമ്മൾ കണ്ടെത്തുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് കരച്ചിൽ, അതിനുവേണ്ടിയാണ് പ്രാർത്ഥന, അതിനുവേണ്ടിയാണ് യേശു പറഞ്ഞത്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഇപ്പോൾ നിങ്ങൾ കരഞ്ഞ് നിലവിളിക്കും, എന്നാൽ നിങ്ങളുടെ കണ്ണുനീർ സന്തോഷമായി തീരും. ഹല്ലേലൂയ. മശഹയ്യ, പ്രത്യാശ വിടുതലിന്റെ പ്രത്യാശയാണ്. ബൈബിൾ മിഷനിലൂടെ എല്ലാ ഈ വീക്ഷണകോണിൽ നിന്നും ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ജോൺ നോക്സ് ഉണ്ടായിരുന്നു. ജോൺ നോക്സ് അന്ന് സ്കോട്ട്ലൻഡ് ധാർമ്മികമായി അധപ്പതിച്ച ഒരു കാലഘട്ടമായിരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വലിയ സമൂഹത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. മറ്റെന്തിനേക്കാളും ജോൺ നോക്സിന് അറിയപ്പെടുന്നത് ഒറ്റ പ്രാർത്ഥനയ്ക്കാണ്. അദ്ദേഹം കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, എനിക്ക് സ്കോട്ട്ലൻഡിനെ തരൂ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. Give me Scotland or I will die എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. നോക്സിന്റെ ഈ പ്രാർത്ഥന ധിക്കാരപരമായ ഒരു ആവശ്യമായിരുന്നില്ല, മറിച്ച് സുവിശേഷത്തിന്റെ ശുദ്ധമായ പ്രസംഗത്തിനും തൻ്റെ നാട്ടുകാരുടെ രക്ഷയ്ക്കും വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ഒരു മനുഷ്യന്റെ വികാരാധീനമായ അപേക്ഷയായിരുന്നു. തൻ്റെ ജനത്തെ രക്ഷിക്കാനും ഒരു ജനതയെ പുനർജീവിപ്പിക്കാനും അവൻ്റെ സഭയെ നവീകരിക്കാനും നമ്മുടെ പരമാധികാരിയായ ദൈവത്തെ അവൻ എളിമയോടെ ആശ്രയിക്കുന്നതിലാണ് നോക്സിൻ്റെ മഹത്വം നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും വ്യക്തമാകുന്നത് പോലെ ജോൺ നോക്സ് തൻ്റെ പ്രസംഗത്തിൻ്റെ ശക്തിയിലോ പ്രാർത്ഥനയുടെ ശക്തിയിലോ വിശ്വസിച്ചില്ല, മറിച്ച് സുവിശേഷത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ പരമാധികാരത്തിലും അദ്ദേഹം വിശ്വസിച്ചു. സ്കോട്ട്ലൻഡിൽ അന്നത്തെ രാജ്ഞിയായിരുന്ന ക്യൂൻ മേരി പറഞ്ഞത്, യൂറോപ്പിൽ സമ്മേളിച്ചിരിക്കുന്ന എല്ലാ സൈന്യത്തെക്കാളും ജോൺ നോക്സിൻ്റെ പ്രാർത്ഥനയെ ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. യൂറോപ്പിൽ സമ്മേളിച്ചിരിക്കുന്ന എല്ലാ സൈന്യത്തെക്കാളും ജോൺ നോക്സിൻ്റെ പ്രാർത്ഥനയെ ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് രാജ്ഞി അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾ കരുതുന്നു? ജോൺ നോക്സിൻ്റെ പ്രാർത്ഥനയുടെ സ്വാധീനം അവർ കണ്ടു. മാനുഷിക കാഴ്ചപ്പാടിൽ നോക്സിൻ്റെ പ്രാർത്ഥനയാണ് സ്കോട്ട്ലൻഡിൽ നവീകരണത്തിന് തുടക്കമിട്ടത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നുകൊണ്ടിരുന്ന നവീകരണത്തിന് ഇന്ധനമായി ജോൺ നോക്സിൻ്റെ പ്രാർത്ഥന മാറി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്കോട്ട്ലൻഡ് ദേശത്തെ ഇളക്കിമറിച്ചു. അത് ദൈവജനത്തിൻ്റെ ഇടയിൽ ഒരു പുനർജീവന് കാരണമായി. ഇന്ന് ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡ് എന്ന പേരിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള മിഷണറി വേലയെ സഹായിക്കാൻ ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡിനെ ദൈവം ഉപയോഗിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡിൻ്റെ മോഡറേറ്റർ ബിഷപ്പ് ഡൽഹിയിൽ വന്നിരുന്നു. ഞങ്ങൾ കുറേ സമയം സംസാരിച്ചിരുന്നു. സ്കോട്ട്ലൻഡിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ അനുഭവങ്ങൾ പങ്കുവച്ചു. അവിടുത്തെ സഭ എത്രമാത്രമാണ് മറ്റുള്ള സഭകളെ, മറ്റ് രാജ്യങ്ങളിലുള്ള ജനങ്ങളെ ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. CNIയുടെ നാഗ്പൂർ ഡയസിസിലെ ഒരു വലിയ ജനക്കൂട്ടത്തെ ഇന്നും സംധാരണം ചെയ്യുന്നത് ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡിൽ നിന്നാണ്. പ്രിയപ്പെട്ടവരെ, 300 വർഷം 400 വർഷങ്ങൾക്ക് മുൻപുള്ള പ്രാർത്ഥന, അതിൻ്റെ ശക്തി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ണുനീരോടുള്ള പ്രാർത്ഥന ഉണർവിനെ കൊണ്ടുവരും. പാപികൾ മാനസാന്തരപ്പെടും, ജനങ്ങൾ ആത്മാഭിഷേകം പ്രാപിക്കും, ദേശം വിടുവിക്കപ്പെടും, വലിയ ഉണർവിനെ കൊണ്ടുവരും. കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നിങ്ങളുടെ ഓരോ കണ്ണുനീർ തുള്ളിയും ഇവിടെ വീഴുന്ന, നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ വീഴുന്ന, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ കരയുന്ന ഓരോ കണ്ണുനീരിനും ഇന്നല്ലെങ്കിൽ നാളെ പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രതിഫലമുണ്ട്. പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ പ്രാർത്ഥന നിർത്താതിരിക്കൂ. സ്തോത്രം. കണ്ണുനീരിന് വലിയ ശക്തിയുണ്ട്. നമ്മുടെ ബൈബിൾ, നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവചനം ആദ്യം മുതൽ അവസാനം വരെ അത് പറയുന്നു. തുടക്കം മുതൽ അവസാനം വരെ പറയുന്നു. നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അതിനുവേണ്ടിയാണ് നിങ്ങളുടെ വന്നത്, പ്രാർത്ഥിക്കാനാണ് നിങ്ങളുടെ വന്നത്. കണ്ണുനീർ തുടയ്ക്കുമ്പോൾ മനസ്സലിയുന്ന ഒരു കർത്താവ്. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം.
കണ്ണുനീർ വഴിത്താരെ അലഞ്ഞിടുമ്പോൾ കണ്ണുനീർ കാണുവാൻ ആരുമില്ലാതെ കരയുന്ന നേരത്തും അരികിൽ വന്നു നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നോൻ ജീവിക്കുന്നു. എൻ യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. പാപിക്കായി രോഗിക്കായി ആശ്വാസം നശിച്ചോർക്കായി, പാപിക്കായി രോഗിക്കായി ആശ്വാസം നശിച്ചോർക്കായി എൻ പ്രിയൻ യേശു ജീവിക്കുന്നു. ഭാരം നിൻ ചുമലിൽ കുമിഞ്ഞിടുമ്പോൾ ഭാരം മാറ്റിയിടുവാൻ കഴിവില്ലാതെ, ഭാരം കരയുമ്പോൾ അരികിൽ വന്നു നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നോൻ ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. പാപിക്കായി രോഗിക്കായി ആശ്വാസം നശിച്ചോർക്കായി എൻ പ്രിയൻ യേശു ജീവിക്കുന്നു. പാപിക്കായി രോഗിക്കായി ആശ്വാസം നശിച്ചോർക്കായി എൻ പ്രിയൻ യേശു ജീവിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരും കരയുന്നവരും നിലവിളിക്കുന്നവരും നിങ്ങളുടെ പ്രാർത്ഥന നിർത്താതിരിക്കാൻ, നിങ്ങളുടെ കണ്ണുനീരിന് ശക്തിയുണ്ടെന്ന് പറയാൻ, നിങ്ങളുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു വിടുതൽ വരും എന്ന് പറയാനാണ് ബൈബിളിലെ ആദ്യത്തെ പുസ്തകം മുതൽ അവസാന പുസ്തകം വരെ ഒരുപാട് വചനങ്ങളിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവച്ചു. ഇനി പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ എല്ലാ വിഷയങ്ങളെയും, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ കുറവുകളെയും കുറ്റങ്ങളെയും, ജീവിതത്തിൽ വന്ന എല്ലാ കുറവുകളെയും ദൈവത്തോട് നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ അവിശ്വാസങ്ങളെ ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിൽ വന്ന മടുപ്പുകളെ ക്ഷമിക്കണമേ. പലതരത്തിൽ ഞാൻ പാപം ചെയ്തു പോയി കർത്താവേ. എല്ലാ കുറവുകളെയും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ബൈബിൾ പറയുന്നു, നിന്റെ പാപം കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പുള്ളതായിരുന്നാലും അത് പഞ്ഞി പോലെ ആയിത്തീരും. സ്തോത്രം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ എല്ലാ പാപങ്ങളും കുറവുകളും കുറ്റങ്ങളും ക്ഷമിക്കണമേ. എൻ്റെ പാപങ്ങൾക്ക് വിടുതൽ തരണമേ. ഇപ്പോൾ ഓർമ്മ വരുന്ന എല്ലാ പാപങ്ങളും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് കടന്നു വരട്ടെ. യേശുവേ, രാജാതി രാജാവായി കർത്താതി കർത്താവായി എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ഭവനത്തിലേക്ക് വരണമേ, എൻ്റെ വിഷയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം വരട്ടെ. പ്രാർത്ഥിക്കൂ, എല്ലാവരും പ്രാർത്ഥിക്കൂ. ആരും മിണ്ടാതിരിക്കരുത്, ആരും മിണ്ടാതിരിക്കരുത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. യേശുവേ എന്ന് പറ, യേശുവേ എന്ന് പറ. ഹന്നയുടെ പ്രാർത്ഥന മറുപടി ഉണ്ടായി. ഭൃത്യമായിട്ട് നിലവിളി കർത്താവ് കേട്ടു. നമ്മൾ കേട്ടതുപോലെ കുഷ്ഠരോഗിയുടെ നിലവിളി കർത്താവ് കേട്ടു, നിന്നു അവനെ സൗഖ്യമാക്കി. ഇന്നും നമ്മുടെ നിലവിളി കർത്താവ് കേൾക്കും. പ്രാർത്ഥിക്കൂ, പ്രാർത്ഥിക്കൂ, പ്രാർത്ഥിക്കൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ രോഗങ്ങളാണോ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രയാസങ്ങളാണോ, മക്കളുടെ പ്രയാസമാണോ, രോഗങ്ങളാണോ, ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ, കടഭാരങ്ങളാണോ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണോ, എല്ലാം ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം ഞാൻ തരികയാണ്. ആമേൻ. നമ്മളിന്ന് കേട്ടതുപോലെ നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു. കമോൺ, എല്ലാവരും പ്രാർത്ഥിക്കുക. സ്തോത്രം. അവരവരുടെ വിഷയങ്ങൾ, ഭാരങ്ങൾ,
പലവിധമായ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. കടഭാരങ്ങളുണ്ടായിരിക്കും, രോഗങ്ങളുണ്ടായിരിക്കും. എല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. ദാവീദ് അവൻ്റെ ഹൃദയത്തിലുള്ളതെല്ലാം തുറന്ന് പറഞ്ഞു. തനിക്ക് ബലമില്ലാതാകുവോളം കരഞ്ഞു. നിങ്ങൾക്കുള്ളതെല്ലാം പറയാം. എന്തെല്ലാം വിഷമങ്ങളാണോ, എന്തെല്ലാം പ്രയാസങ്ങളാണോ ഉള്ളതെല്ലാം പറയാം. പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇത് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഇവിടെ ഉണ്ട്. യേശു അപ്പച്ചൻ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ വിഷമങ്ങളെ കേൾക്കുന്ന, നിങ്ങളുടെ ഭാരങ്ങൾ അറിയുന്ന, നിങ്ങളുടെ അടുക്കൽ വന്ന് മോനെ എന്താണെന്ന് ചോദിക്കുന്ന, മോളെ എന്താണെന്ന് ചോദിക്കുന്ന, നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ് ഇവിടെ ഉണ്ട്. പറയൂ, എല്ലാം തുറന്നു പറയൂ. ഭാരങ്ങളെല്ലാം പറയൂ കർത്താവിനോട്. യേശുപ്പാ, യേശുവേ, എന്നോട് കരുണയുണ്ടാകണമേ, എന്നോട് കരുണയുണ്ടാകണമേ. സ്നേഹവനായ സ്വർഗീയ കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. അവരോട് ചേർന്ന് അവരുടെ വിഷമങ്ങൾ, അവരുടെ ഭാരങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തോടിരിക്കുന്നവരെ അങ്ങ് സൗഖ്യമാക്കണമേ. വിവിധങ്ങളായ രോഗത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരെ സൗഖ്യമാക്കണമേ. മൈഗ്രെയിൻ തലവേദനയാൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരെ സൗഖ്യമാക്കണമേ. BP വർദ്ധിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരെ സൗഖ്യമാക്കണം ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ. കിഡ്നി രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. എല്ലാ കിഡ്നി ഫങ്ഷൻസും നോർമലാകട്ടെ. ഹാർട്ട് ഡിസീസ് സൗഖ്യപ്പെടട്ടെ. ലിവർ, കരൾ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ആർത്രൈറ്റിസ് രോഗങ്ങൾ, വാതരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. സ്പോണ്ടലൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. സൈനസ് ഇൻഫെക്ഷൻ വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരെ സൗഖ്യപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗത്താൽ കരയുന്നവരുണ്ട്, തൊട്ട് വിടുവിക്കണമേ. അടിപ്പിണറുകളാലുള്ള സൗഖ്യം കൊടുക്കണമേ. ഡയബറ്റീസ് വർദ്ധിച്ചിട്ട് ബലഹീനമായി പോയിരിക്കുന്നവരുണ്ട്, സൗഖ്യമാക്കണമേ. അവരുടെ കുറവുകളെ ക്ഷമിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ ചെയ്ത കുറവുകളെ ക്ഷമിച്ച് ശരീരത്തിന് സൗഖ്യം മടക്കി കൊടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പ്രഭാതത്തിൽ അവരുടെ മേൽ ഒരു വിടുതലയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ട്യൂമറുകൾ, മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. മുഴയുള്ള ഭാഗങ്ങൾ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുക. ആ മുഴകൾ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമായി പോകട്ടെ. മുഴകൾ, ട്യൂമറുകൾ യേശുവിൻ്റെ നാമത്തിൽ, അനാവശ്യ വളർച്ചകൾ ശരീരത്തിൽ നിന്ന് പോ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ബി റിമൂവ്ഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. മുഴയോ ട്യൂമറോ ശരീരത്തിലുള്ളവർ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. അത് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ നീരുകളും സൗഖ്യപ്പെടട്ടെ. എല്ലാ കട്ടികളും സൗഖ്യപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, അലർജികൾ സൗഖ്യപ്പെടട്ടെ അപ്പാ. രാത്രികാലങ്ങളിൽ ഉറക്കമില്ലാതെ എഴുന്നേറ്റിരുന്ന് കരയുന്നവരുണ്ട്, ഇന്ന് പകലവരെ തൊടണമേ. അവർക്ക് ശരീരത്തിൻ്റെ എല്ലാ പ്രക്രിയകളും നോർമലാക്കി കൊടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. മൂത്ര സംബന്ധമായ രോഗങ്ങളാൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, യൂറിനറി ഇൻഫെക്ഷൻ വന്ന് സൗഖ്യം കൊടുക്കണമേ. ഇപ്പോൾ തന്നെ ഇന്നു മുതൽ അവർക്ക് സൗഖ്യം നടക്കട്ടെ. അത്ഭുത സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. വരും കാലങ്ങളിൽ അത്ഭുത സാക്ഷ്യങ്ങൾ പറയട്ടെ. പനികളും ട്യൂമറുകളും മാറിപ്പോകണമേ യേശുവിൻ്റെ നാമത്തിൽ. പലതരത്തിലെ പനികൾ ഞങ്ങളുടെ ദേശത്തെ ബാധിച്ചിരിക്കുന്നു. എല്ലാ ബാധകളും ഒഴിഞ്ഞു പോകട്ടെ. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാ ബാധകളും ഒഴിഞ്ഞു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്നൊരു വിടുതലിന്റെ ദിവസമാണല്ലോ. സ്തോത്രം. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചെന്നാണല്ലോ. ആ വിടുതൽ അങ്ങയുടെ മക്കൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട്. കർത്താവേ, മക്കളെ കൊടുത്ത് സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പൈശാചിക ശക്തികളിൽ പിടിക്കപ്പെട്ടിരിക്കുന്നവരുണ്ട്, എല്ലാ അന്ധകാര ശക്തികളും മാറിപ്പോകട്ടെ. ഭൂതാത്മാവിൻ്റെ ശക്തികളിൽ നിന്ന് വിടുതലുണ്ടാകട്ടെ.
രാത്രി ഉറക്കം വരുന്നില്ല, ഞെട്ടി ഉണരുന്നു, ദുഷ്ട സ്വപ്നങ്ങൾ കാണുന്നു, ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. പൈശാചിക ശക്തികൾ മാറിപ്പോകട്ടെ, ഇരുട്ടിൻ്റെ ശക്തികൾ ആ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ, ക്ഷുദ്രപ്രയോഗങ്ങൾ, ആഭിചാര ശക്തികൾ മാറിപ്പോകട്ടെ. അടിക്കടിയായി നഷ്ടങ്ങൾ വരുന്നു ചില കുടുംബങ്ങളിൽ. താഴെ വീണ് ഉടഞ്ഞു പോവുക, പെട്ടെന്ന് ആക്സിഡൻറ്റുകൾ വരിക, പെട്ടെന്ന് വലിയ വലിയ ചിലവുകൾ വരിക. കർത്താവെ, അങ്ങനെ ആകസ്മികമായി വരുന്ന നഷ്ടങ്ങളിൽ നിന്ന് അങ്ങയുടെ മക്കളെ വിടുവിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ മുഖത്തോട് മുഖം നോക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന അകൽച്ചകൾ, കുടുംബ വഴക്കുകൾ, പരാതികളുടെ മേൽ അങ്ങനെ വ്യാപരിക്കുന്ന അകൽച്ചയുടെ ആത്മാവിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കി പ്രാർത്ഥിക്കുന്നു. അത് മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. ഒരു വലിയ ശക്തി ഇവിടെ നിന്ന് മാറിപ്പോകുന്ന ഞാൻ കാണുകയാണ്. അന്ധകാര ശക്തികൾ ഇവിടെ നിന്ന് മാറിപ്പോവുകയാണ്. പല കുടുംബങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള ദുഷ്ടാത്മാക്കൾ, ഭൂതാത്മാക്കൾ, ഊഡബ, റിഖാന, സംഗന, ബൗട്ടീല, റോ മാറിപ്പോകുന്ന ഞാൻ കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെടുക, വിടുവിക്കപ്പെടുക, വിടുവിക്കപ്പെടുക. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, സ്തോത്രം. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് നല്ല ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. മക്കൾ അനുസരണയുള്ള മക്കളായി മാറാൻ പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവെ, അവരുടെ കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം അയക്കണമേ. എല്ലാ ശാപങ്ങളും മാറണമേ. എതിർ പ്രാർത്ഥനകൾ, വിളിച്ചപേക്ഷകൾ, വിടക്ക് കണ്ണിൻ്റെ ശക്തി ഞാൻ ഫൽസിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. എതിർ പ്രാർത്ഥനയുടെ ശക്തികൾ നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിൻ്റെ ശക്തികൾ നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. മാറിപ്പോകട്ടെ, ദൈവശക്തിയാൽ നിറയപ്പെടട്ടെ. ഇവിടെ വന്നിരിക്കുന്ന ഒരു ചെറിയ കുട്ടി മുതൽ മുതിർന്നവർ വരെയും ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെടട്ടെ. അഭിഷേകം നുകത്തെ തകർക്കുന്നല്ലോ, എല്ലാ നുകത്തിൻ്റെ അമിക്കറുകളും അഴിയപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഒരു ജോലിയില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ടപ്പാ, ഒരു ജോലി കൊടുക്കണമപ്പാ. യേശുപ്പാ, ഒരു സ്ഥലം മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടപ്പാ, ഒരു സ്ഥലം മാറ്റം നൽകി സഹായിക്കണമപ്പാ. ആവശ്യമില്ലാത്ത ടെൻഷൻ, അൺനെസസറി സ്ട്രെസ് അവരുടെ ശരീരങ്ങളിൽ നിന്ന് മാറിപ്പോകണമേ. കുടുംബ കോടതികൾ, കോടതി വ്യവഹാരങ്ങൾ, പോലീസ് കേസുകളിൽ അകപ്പെട്ടു പോയിരിക്കുന്നവരുണ്ട്. അതിൽ നിന്നൊരു മോചനം കൊടുക്കണമപ്പാ, അതിൽ നിന്നൊരു മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ലോൺ അടഞ്ഞു തീരാൻ നിവൃത്തിയില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ടപ്പാ, അതിന് സ്വാതന്ത്ര്യം കൊടുക്കണമപ്പാ. ഈശോയെ, അത് അടഞ്ഞു തീർക്കാനുള്ള കൃപ കൊടുക്കണമപ്പാ. സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തിൻ്റെ എല്ലാ തെറ്റിദ്ധാരണകളെയും മാറ്റണമേ. കുടുംബത്തിൽ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. കുടുംബത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. നല്ല ധാരണ, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, നല്ല ധാരണ അവരുടെ കുടുംബങ്ങളിൽ കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന് മാറ്റം കൊടുക്കണം കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ കുറച്ച് സാമ്പത്തിക പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട്, അവരെ വിടുവിക്കണമെന്ന് അപേക്ഷിക്കുന്നു അപ്പച്ച. അയൽക്കാരിൽ നിന്ന് പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ടപ്പാ, അയൽക്കാരിൽ നിന്നുള്ള പ്രതിസന്ധികൾ മാറ്റി കൊടുക്കണമപ്പാ. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് എടുക്കയില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. അസൂയ കണ്ണുകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ വിടുവിക്കണമേ. അസൂയയുടെ ശക്തി ഞാൻ നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലങ്ങളിൽ അസൂയ, താമസിക്കുന്ന സ്ഥലത്ത് അസൂയ, മക്കളുടെ മേലുള്ള അസൂയ, ഏഷണിയുടെ ആത്മാവ് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. അത് മാറിപ്പോകട്ടെ, അത് മാറിപ്പോകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങയുടെ മക്കൾക്ക് ആത്മീയ വളർച്ച നൽകണമേ. കൃപാവരങ്ങളാൽ നിറയ്ക്കണമേ. ആത്മീയ അഭിഷേകം കൊടുക്കണമേ. നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങയുടെ മക്കളെ ആത്മാവിനാൽ നിറയ്ക്കണമപ്പാ. നിറയ്ക്കണമേ, നിറയ്ക്കണമേ. ഇവിടെ ഈ ഹോളിൽ അത് വ്യാപരിക്കട്ടെ, എല്ലാവരിലും വ്യാപരിക്കട്ടെ. ഇറങ്ങിപ്പോകുമ്പോൾ അത് ഓരോരുത്തരും അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. പ്രാപിച്ചെടുക്ക, പ്രാപിച്ചെടുക്ക. ആത്മാവിൻ്റെ ശക്തിയാൽ എല്ലാവരും നിറയപ്പെടണമേ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ കർത്താവേ, ആത്മാവിൻ്റെ ശക്തിയാൽ എല്ലാവരും നിറയപ്പെടണമേ. അന്യഭാഷ അടയാളത്തോടെ എല്ലാവരും ആത്മാവിനാൽ നിറയപ്പെടട്ടെ. പുരുഷന്മാരുടെ മേൽ ദൈവശക്തി വരട്ടെ. പുരുഷന്മാരുടെ മേൽ, സഹോദരന്മാരുടെ മേൽ എല്ലാവരും ആത്മാഭിഷേകത്താൽ നിറയപ്പെട്ട് പ്രാർത്ഥിക്കാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കണമേ. ദൈവവേല ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവവേല ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ കൃപാവരങ്ങളാൽ നിറയ്ക്കണമപ്പാ. അവർ പോകുന്ന സ്ഥലങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കണമേ. അവർ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കണമേ. അവർ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകണമേ. അവർ പ്രാർത്ഥിക്കുമ്പോൾ ജനങ്ങൾ ആത്മാഭിഷേകം പ്രാപിക്കണമേ. അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി ഇറങ്ങണമേ. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ദൈവ വേലക്കാരെ അഭിഷേകം ചെയ്യണമേ. ഇന്ന് അവരിവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ്. അവരെവിടെല്ലാം പോയി കൂട്ടായ്മ നടത്തുകയോ പ്രസംഗിക്കുകയോ ഭവനങ്ങൾ സന്ദർശിക്കുകയോ എന്ത് ചെയ്താലും അവിടെയെല്ലാം ദൈവ സാന്നിധ്യം വഹിച്ചുകൊണ്ടവർ പോകട്ടെ. അവിടെയെല്ലാമുള്ള ഇരുട്ടിന്റെ ശക്തികൾ മാറിപ്പോകട്ടെ. പത്രോസിന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ അങ്ങയുടെ മക്കൾ പോകുന്നിടത്തെല്ലാം ദൈവിക രോഗശാന്തി ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. യേശുപ്പാ, ഈ ഓൺലൈനിൽ കൂടെ ഈ ആരാധന പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ തൊടണമേ, അവരെ വിടുവിക്കണമേ, അവർക്ക് വിടുതലായി തീരണമേ. ഇന്നത്തെ ആരാധന അവർക്ക് വിടുതലായി തീരണമേ. അവർ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവശക്തി ഇറങ്ങട്ടെ. ആത്മാഭിഷേകം അവരുടെ മേൽ ഇറങ്ങി വരണമേ. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ. ഒരു വലിയ വിടുതൽ അവർ അനുഭവിക്കണമേ. 1, 2, 3 എന്നവർ അനുഭവിക്കണമേ. അനുഭവിക്കണമപ്പാ. അവർ വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കാനുള്ള കൃപ അവർക്ക് കൊടുക്കണമപ്പാ. വിശ്വാസത്തിന്റെ ആത്മാവിനെ പകരണമപ്പാ. യേശുവിൻ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം അവരെ വിടുവിക്കുന്നു. അത് അനുഭവിക്കട്ടെ കർത്താവേ. സ്തോത്രമപ്പാ, സ്തോത്രം. ദേവഗ്രന്ഥങ്ങളിൽ പണിയുന്ന ആശ്രമവും അതുപോലെ ഒരു പ്രാർത്ഥനാ സ്ഥലമാക്കി മാറ്റണമേ. ഇതുപോലെ ഒരു വിടുതലിൻ സ്ഥലമാക്കി മാറ്റണമേ. അനേകർ വന്ന് അവിടെ പ്രാർത്ഥിക്കട്ടെ, അവിടെ വിടുതൽ നടക്കട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, അനേകർ രക്ഷിക്കപ്പെടട്ടെ, അനേകർ സ്നാനപ്പെടട്ടെ, അനേകർ ആത്മാഭിഷേകം പ്രാപിക്കട്ടെ, അനേകർ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതപ്പെടട്ടെ, അനേകർ കർത്താവിന്റെ വേലക്കാരായി മാറ്റപ്പെടണമേ. അനേകം മിഷണറിമാർ അവിടെ നിന്ന് എഴുന്നേൽക്കണമേ. അനേകം പേർ പോയി സുവിശേഷം പ്രസംഗിക്കണമേ. ദൈവശക്തി വ്യാപരിപ്പിക്കണമേ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. സ്തോത്രം. ഈ പ്രാർത്ഥന നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ശക്തമായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ കരങ്ങളെയും അടിച്ച്, എല്ലാ കരങ്ങളെയും അടിച്ച്, എല്ലാ കരങ്ങളെയും അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. കമോൺ എവരിബഡി, എവരിബഡി. എല്ലാവരും 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 കരങ്ങളെ അടിച്ച് സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും ചേർന്ന് പറയാം. ഈ എളിയവൻ നിലവിളിച്ചു, നീതിമാന്മാർ നിലവിളിച്ചു. ശക്തമായി പറയാം. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവരെ വിടുവിച്ചു. ഒരിക്കൽ കൂടെ പറയാം. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവരെ വിടുവിച്ചു. ദൈവമക്കൾ നിലവിളിച്ചു, ദൈവം കേട്ടു. അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു. ഞാൻ നിലവിളിച്ചു, ദൈവം കേട്ടു. എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. ദൈവം എന്നെ വിടുവിക്കുന്നു. ദൈവം എന്നെ വിടുവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ കരങ്ങളെയും അടിച്ച് സ്തോത്രം, 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 സ്തോത്രം. നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവം, നിങ്ങളുടെ ഓരോ തുള്ളി കണ്ണുനീരിനും മറുപടി തരുന്ന ഒരു ദൈവം. പ്രാർത്ഥിക്കുക, 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 പ്രാർത്ഥിക്കുക. വീടുകളിൽ പ്രാർത്ഥിക്കാം, നടക്കുമ്പോൾ പ്രാർത്ഥിക്കുക, പോകുമ്പോൾ പ്രാർത്ഥിക്കുക, ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കണ്ണുനീരിനും മറുപടി കിട്ടും. ദൈവവേല ചെയ്യുന്ന എല്ലാവരെയും ദൈവം ശക്തീകരിക്കട്ടെ. ദൈവവേല ചെയ്യുന്ന എല്ലാവരെയും ദൈവം അഭിഷേകം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ദൈവം ഇനിയും പ്രാർത്ഥിക്കാൻ ദൈവം ശക്തീകരിച്ച് നടത്തട്ടെ. സ്തോത്രം, 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 സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമം. നമുക്ക് ചേർന്ന്, എല്ലാവർക്കും ചേർന്ന് പാടാം. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് കരങ്ങളെ അടിച്ചു പാടാം. ആമേൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തി എല്ലാ കരങ്ങളെ അടിച്ച് ശക്തിയോടെ അടിച്ചു പാടാം. സ്തോത്രം ഇന്നും എന്നേക്കും.
ഇന്നും എന്നേക്കും പെറ്റ തള്ളയേക്കാൾ ഉറ്റ് സ്നേഹിക്കുന്ന പെറ്റ തള്ളയേക്കാൾ ഉറ്റ് സ്നേഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സൂട മനസ്സകാര ബൗദ്ധ സഖര ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും ഓരോ നാളും എൻ്റെ ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആമേൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ഒരു നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവമേ സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. രോഗശയ്യയിലൻ കൂടെ ഇരിക്കുന്ന രോഗശയ്യയിലൻ കൂടെ ഇരിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആത്മശക്തിയാലൻ ഉള്ളം നിറയ്ക്കുന്ന ആത്മശക്തിയാലൻ ഉള്ളം നിറയ്ക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവേ, പാപികളായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സൈന്യങ്ങളുടെ ദൈവമായ സർവശക്തിയുള്ള പിതാവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സർവഭൂമി അങ്ങയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിന് ശക്തിയും ബലവും ധനവും ജ്ഞാനവും ബഹുമാനവും മഹത്വവും സ്തോത്രവും അർപ്പിക്കും. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തണമേ. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ സാക്ഷികളായി തീരാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, ഒരു കൊടുങ്കാറ്റായി ഞങ്ങളുടെ മേൽ വന്ന് ഞങ്ങളെ ജീവിപ്പിച്ച് നടത്തണമേ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളുടെ മക്കളെ ഇന്ന് സമാധാനത്തോടെ അയക്കണമേ. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, ഇവിടെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഈ വചനം ഞങ്ങൾക്ക് ആശ്വാസവും ബലവുമായിരിക്കുന്നതിനാൽ സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും പ്രിയപ്പെട്ടവരെ നമ്മോടെല്ലാവരോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ.